ഞാനൊരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ടാണ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഇൻട്രാക്റ്റ് ചെയ്യില്ലേ? നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള സമയം തരും. ആ സമയത്ത് നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ് കൗമാരം? നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞാൽ മതി. എന്താണ് കൗമാരം? കൗമാരം നിങ്ങൾക്ക് അറിയുന്ന എന്താണ് കൗമാരം? വാട്ട് ഈസ് അഡോളസൻസ്? ഉറക്കെ പറയ്. 13 മുതൽ ഒരു കാലഘട്ടം അല്ലെ, 13 മുതൽ 20 വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് കൗമാരം എന്ന് പറയുന്നത്. വെരി ഗുഡ്. പിന്നെ ചെറിയൊരു കറക്ഷൻ അതിലുള്ളത് 13-ലല്ല തുടങ്ങുന്നത്, 10 വയസ്സ് തുടങ്ങുന്നുണ്ട്. 10 മുതൽ 19 അതാണ് കൗമാരം, പ്രായം. പിന്നെ സ്വഭാവങ്ങളൊക്കെ വലിയ രീതിയിൽ വ്യത്യാസം വരുന്ന ഒരു കാലഘട്ടം. പിന്നെ ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളുടെ കാലഘട്ടം കൗമാരം. വരുന്നുണ്ട്. പിന്നെ ശരിക്ക് ഈ അഡോളസൻസിനെ ട്രാൻസിഷണൽ സ്റ്റേജ് എന്നാ പറയുന്നത്. ട്രാൻസിഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റങ്ങളുടെ കാലഘട്ടമാണ് കൗമാരം. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടി ബാല്യകാലത്ത് നിന്നും യൗവനത്തിലേക്ക് കടക്കുന്നതിനിടയിലുള്ള ശാരീരിക മാനസിക മാറ്റങ്ങളുടെ കാലഘട്ടമാണ് കൗമാരം. അത് യഥാർത്ഥത്തിൽ 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെ. നമ്മുടെ ജീവിതത്തിൽ എത്ര കാലഘട്ടമുണ്ട്? മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്ര കാലഘട്ടമുണ്ട്? ബാല്യം, അങ്ങനെ നമ്മൾ പഠിക്കില്ലേ? ശൈശവം, പിന്നെ കൗമാരം, യൗവനം, വാർദ്ധക്യം. പ്രധാനമായിട്ട് 4 കാലഘട്ടം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമായിട്ട് അറിയപ്പെടുന്നത് കൗമാരാണ്. അതെന്തുകൊണ്ടാണ് കൗമാരത്തിന് ഇത്ര പ്രാധാന്യം? ശരിക്കും നമ്മൾ ചെറുപ്പം മുതലേ മാറുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് കൗമാരത്തെ മാത്രം മാറ്റങ്ങൾ എന്ന് പറയുന്നത്? കൂടുതൽ അപകടങ്ങൾ അല്ലേ? ഒരു ആക്സിഡന്റ് പ്രോൺ ഏജ് ആണ് അല്ലേ? കൂടുതൽ അപകട സാധ്യതയുള്ള കാലഘട്ടമാണ്. വലിയ രീതിയിലുള്ള ചില പ്രത്യേക തരം മാറ്റങ്ങളുടെ കാലഘട്ടമാണ്. ആ പ്രത്യേക തരം മാറ്റങ്ങൾ ബേസ്ഡ് ഓൺ ദ സെക്ഷൽ ഹെൽത്ത് ആണ് അല്ലേ? റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ സെക്കൻഡറി സെക്സ് ക്യാരക്ടേഴ്സ് കാരണം വരുന്ന മാറ്റങ്ങൾ, അത് പ്രധാനമായിട്ടും കൗമാരത്തിലാണ് വരുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ വിഷയം ആരോഗ്യം. ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റേലേക്ക് നമ്മൾ വരും കേട്ടോ, കൗമാരത്തിലേക്ക് നമ്മൾ വീണ്ടും വരും. ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഏകദേശം ഇതിനോട് സാമ്യമുള്ളൊരു ടേം. എന്താണ്? ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവും സാംസ്കാരികം എന്നുള്ളതിനേക്കാളും കുറച്ചും കൂടെ ആത്മീയവുമായ സന്തുലിതമായ അവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, സ്പിരിച്വൽ വെൽബീയിങ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ആണ് ആരോഗ്യം, ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഈ കൗമാര കാലഘട്ടത്തിൽ ആരോഗ്യത്തിന് വലിയ രീതിയിൽ പ്രസക്തിയുണ്ട് അല്ലേ? ഈ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് പ്രധാനമായിട്ട് ഇവിടെ പറയുക. ശാരീരിക ആരോഗ്യത്തിന് നമുക്ക് എന്തൊക്കെ വേണം ശാരീരിക ആരോഗ്യത്തിന്? നല്ല ഫിസിക്കൽ ഹെൽത്ത്. ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആവാനാണോ സ്ലിം ആവാനാണോ ശ്രമിക്കുന്നത്? പെട്ടെന്ന് പറയണം. ഫിറ്റ് ആവാനാണോ സ്ലിം ആവാനാണോ? സ്ലിം അല്ലേ? യഥാർത്ഥത്തിൽ എന്താ വേണ്ടേ? ഫിറ്റ്നസ്സാണ് വേണ്ടത് അല്ലേ? ഫിറ്റ്നസ്സാണ് വേണ്ടത്. അപ്പോൾ ഈ ശാരീരികമായ ആരോഗ്യത്തിന്, നല്ല ഫിസിക്കലി ഫിറ്റ് ആവാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഫുഡ് ശ്രദ്ധിക്കണം, ഭക്ഷണം, പിന്നെ
ഭക്ഷണം മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? വെള്ളം നന്നായിട്ട് കുടിക്കണം. പിന്നെ മൂന്നാമത്തെ 5 കാര്യങ്ങളുണ്ട്. നല്ല എക്സസൈസ് ചെയ്യണം. 4 ഉറക്കം വേണം, വിശ്രമം, അല്ലേ? നല്ല വിശ്രമം വേണം. 5 എന്താണ് 5-മത്തെ? ഭക്ഷണം, വ്യായാമം, വിശ്രമം, വെള്ളം, ശുചിത്വം വേണം, അല്ലേ? ഹൈജീനിക് ആയിരിക്കണം. ഈ 5 ഘടകങ്ങളാണ് പ്രധാനമായിട്ട് നല്ല ശാരീരിക ആരോഗ്യത്തിന് വേണ്ടത്, അല്ലേ? അപ്പോൾ ഭക്ഷണത്തിലാണ് കുറേ പ്രശ്നങ്ങൾ വരുന്നത്, അല്ലേ? ഭക്ഷണം എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം? ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ക്രമീകൃതമായ ആഹാരം കഴിക്കണം, ബാലൻസ്ഡ് ഡയറ്റ്, അല്ലേ? നിങ്ങളൊക്കെ ബാലൻസ്ഡ് ഡയറ്റാണോ കഴിക്കുന്നത്? ആണോ? സാധാരണ രീതിയിൽ ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കാണോ കൂടുതൽ പോഷകം വേണ്ടത്? കൂടുതൽ പോഷകം വേണ്ടത് 2 കൂട്ടർക്കും വേണം, അല്ലേ? 2 കൂട്ടർക്കും വേണം. പക്ഷേ കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ട് പറയുന്നത് ആൺകുട്ടികൾക്കാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല, അല്ലേ? പെൺകുട്ടികൾക്ക് ഒരു പോഷകം ഏറ്റവും കൂടുതൽ വേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഒരു പോഷകം അതേതാണ്? പെൺകുട്ടികൾക്ക് കൂടുതൽ വേണ്ട പോഷകം ഏതായിരിക്കും? ഒന്ന് പറ. ഏതായിരിക്കും പെൺകുട്ടികൾക്ക് കൂടുതൽ വേണ്ട പോഷകം? അയേൺ. വെരി ഗുഡ്. അയേൺ ആണ്, അല്ലേ? രക്തം വെക്കാനുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കേണ്ടത് പെൺകുട്ടികളാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പെൺകുട്ടികൾക്ക് എന്താ ഇത്ര അധികം അയേണിൻ്റെ ആവശ്യം? പീരിയഡ്സ് ഉണ്ടാവുന്നതുകൊണ്ട്, അല്ലേ? പീരിയഡ്സ് ഉണ്ടാവുന്നതുകൊണ്ട് മെൻസ്ട്രേഷൻ കൃത്യമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾക്ക് കൂടുതൽ അയേൺ കണ്ടൻറ്റുള്ള ആഹാരങ്ങൾ കഴിക്കണം, അല്ലേ? ഈ സാധാരണ രീതിയിൽ പെൺകുട്ടികൾക്ക് അയേൺ മാത്രമല്ല എല്ലാ ഭക്ഷണങ്ങളും കൂടുതലായിട്ട് വേണം. പണ്ടുള്ള കാലഘട്ടത്തിലൊന്നും അങ്ങനെ ആയിരുന്നില്ല, അല്ലേ? ഇപ്പം നിങ്ങളെ വീട്ടിൽ തന്നെ ഉമ്മമാർ നിങ്ങൾ കഴിക്കുന്ന അത്രയും പോഷകം കഴിക്കണ്ട. നിങ്ങളൊക്കെ കഴിച്ചതിന് ശേഷമല്ലേ അവർ കഴിക്കാറ്, അല്ലേ? പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ സ്ത്രീയും പുരുഷനും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്, അല്ലേ? ഈ മൾട്ടി പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു സമയത്ത് തന്നെ പല വ്യക്തികളായിട്ട് മാറാനുള്ള കഴിവാർക്കാ? സ്ത്രീക്കാ പുരുഷനാ? സ്ത്രീക്ക്, അല്ലേ? മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആയിട്ട് മാറും. ഒരേ സമയം അവർ ജോലിക്ക് പോകുന്നുണ്ടാവും, അവിടെ അവർ നല്ലൊരു പ്രൊഫഷൻ കീപ്പ് ചെയ്യുന്നുണ്ടാവും. അതേ സമയം തന്നെ നല്ലൊരു ഉമ്മയായിരിക്കും, നല്ലൊരു കുടുംബിനിയായിരിക്കും, നല്ലൊരു ഭാര്യയായിരിക്കും. മക്കൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അവരെ ട്രീറ്റ് ചെയ്യുന്നൊരു ഡോക്ടറായിരിക്കും. കുട്ടികൾക്ക് എന്തെങ്കിലും എഴുതാനും വരയ്ക്കാനുണ്ടെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റായിരിക്കും. വീട്ടിലെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യുന്ന ഒരു എൻജിനീയർ ആയിരിക്കും. കുട്ടികൾക്ക് നല്ല ഭക്ഷണം, കുട്ടികൾക്കും കുടുംബത്തിനും വേണ്ടി പാചകം ചെയ്യുന്ന നല്ലൊരു ഷെഫായിരിക്കും, അല്ലേ? ഒരേ സമയം മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി കൈകാര്യം ചെയ്യുന്ന വ്യക്തി ആരാണ്? സ്ത്രീകളാണ്. അതിന് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക കഴിവ് സൃഷ്ടാവ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഗ്രേ മാറ്റർ വൈറ്റ് മാറ്റർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? എവിടെയാണ് പഠിച്ചിട്ടുള്ളത് ഗ്രേ മാറ്റർ വൈറ്റ് മാറ്റർ? ബ്രെയിന് പഠിച്ചപ്പോൾ പഠിച്ചു, അല്ലേ? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ ഈ സംഭവങ്ങളുണ്ട്. ഈ സംഭവങ്ങൾ ഒരു പ്രത്യേക കോൺസെൻട്രേഷനിലാണ് റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ അത് സ്ത്രീകളിൽ കുറച്ച് വ്യത്യാസപ്പെട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രേ മാറ്റർ കുറച്ച് കൂടുതലാണ്. കാരണം സ്ത്രീകൾക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആയിട്ട് മാറാൻ അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് സാധിക്കുന്നത്, അല്ലേ? വളരെ ഈസി ആയിട്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ സ്ത്രീകൾ? എല്ലാ കാര്യങ്ങളും പുരുഷന്മാർക്ക് അത്ര അങ്ങോട്ട് കഴിയില്ല, എല്ലാം ആവാൻ കഴിയില്ല. അത് സ്ത്രീകളുടെ ഒരു കഴിവാണ്. പക്ഷെ അവർക്ക് അതിനെന്ത് വേണം? ഇങ്ങനെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആയിട്ട് മാറാൻ സ്ത്രീകൾക്ക് എന്ത് വേണം? ഊർജം വേണം, എനർജി വേണം, അല്ലേ? ഈ എനർജി എവിടെ നിന്ന് കിട്ടും? ഭക്ഷണത്തിൽ നിന്ന് കിട്ടും, അല്ലേ? എപ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കണം? ഏത് സമയത്ത് കൂടുതൽ ഭക്ഷണം കഴിക്കണം? രാവിലെയാണോ രാത്രിയാണോ? രാവിലെ, അല്ലേ? രാവിലെ നമ്മൾ രാജാവിനെ പോലെ കഴിക്കണം, അല്ലേ? എന്താ രാജാവിൻ്റെ പ്രത്യേകത? എന്താ പ്രത്യേകത?
ഒരു പണിയെടുക്കാതെ തിന്നും. എന്താ രാജാവിൻ്റെ പ്രത്യേകത? രാജാവിൻ്റെ ഭക്ഷണത്തിന് എന്താ പ്രത്യേകത? ആർഭാടായിരിക്കും, എല്ലാം നിറഞ്ഞ ഭക്ഷണമായിരിക്കും അല്ലേ. അതിനകത്ത് അന്നജമായിട്ടുള്ള ആഹാരങ്ങൾ ഉണ്ടാവും, മാംസജമായിട്ടുള്ള ആഹാരങ്ങൾ ഉണ്ടാവും, ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ടാവും, ഡയറി പ്രൊഡക്ട്സ് ഉണ്ടാവും, ജെർമിനേറ്റഡ് സീഡ്സ് ഉണ്ടാവും, മുളപ്പിച്ച ധാന്യങ്ങൾ അല്ലേ. എല്ലാം നിറഞ്ഞ പോഷക സമൃദ്ധമായിട്ടുള്ളൊരു ഭക്ഷണമായിരിക്കും. അപ്പോൾ രാവിലെ നമ്മൾ എങ്ങനെ കഴിക്കണം? എല്ലാം നിറഞ്ഞ ഭക്ഷണം കഴിക്കണം അല്ലേ. ഉച്ചയ്ക്കോ? ഉച്ചയ്ക്ക് എങ്ങനെ കഴിക്കണം? ഉച്ചയ്ക്ക് എങ്ങനെ കഴിക്കണം? ആ രാജ്ഞിയെ പോലെ കഴിക്കണം. എങ്ങനെ? കുറച്ചും കൂടെ അല്ലേ, കുറച്ചും കൂടെ അളവും ഒക്കെ കുറക്കാം ഉച്ചയ്ക്ക്. രാവിലത്തെ അത്രയും സുഭിക്ഷമാവണം എന്നില്ല. രാത്രിയിലോ? ആരെ പോലെ കഴിക്കണം രാത്രിയിൽ? പച്ചവെള്ളം കുടിക്കലല്ല, രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. രാത്രി പട്ടിണി എടുക്കാൻ പാടുണ്ടോ? പട്ടിണി എടുക്കാൻ പാടുണ്ടോ? ഇല്ല. രാത്രിയിൽ എങ്ങനെ കഴിക്കണം? ചെറുതായിട്ട് യാചകനെ പോലെ കഴിക്കണം. എന്താ യാചകൻ്റെ ഭക്ഷണത്തിന് പ്രത്യേകത? എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലേ, തട്ടിമുട്ടി അങ്ങോട്ട് കഴിക്കും. അത് മതി രാത്രിയിൽ. അപ്പോൾ നിങ്ങളെപ്പോഴാണ് രാജാവാറ്? രാത്രി. എന്താ കാരണം? എന്താ കാരണം രാത്രി രാജാവാവുന്നേ? അപ്പോഴാണല്ലോ അല്ലേ നമ്മുടെ കല്യാണ പരിപാടികളൊക്കെ നടക്കുക അല്ലേ. ഇപ്പം എല്ലാ കല്യാണങ്ങളും രാത്രിയിലല്ലേ. അപ്പോഴാണല്ലോ നമ്മുടെ ഷവർമ സെൻ്ററൊക്കെ തുറക്കുക അല്ലേ. ബ്രോസ്റ്റൊക്കെ 3 മണിക്ക് ശേഷമല്ലേ തുറക്കുക. പക്ഷെ അങ്ങനെ ആവാൻ പാടുണ്ടോ? അങ്ങനെ ആവാൻ പാടുണ്ടോ? ഇല്ല. രാവിലെ വേണം നന്നായിട്ട് കഴിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു പെൺകുട്ടികൾ കൂടുതലായിട്ട് അയേൺ അടങ്ങിയ ആഹാരം കഴിക്കണം എന്ന്. ഏതാണ് അയേൺ അടങ്ങിയ ആഹാരം? ഏതാണ്? ചീര, ചീരയില, ഉറുമാമ്പഴം, മുരിങ്ങയില. വെരി ഗുഡ്. മുരിങ്ങയില, ഈത്തപ്പഴം, രാജ്മ, പിന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്, ഈത്തപ്പഴം, ഉണക്കമുന്തിരി അല്ലേ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് രക്തം വരുമോ? കഴിക്കണം അല്ലേ. പെൺകുട്ടികൾ സ്ഥിരമായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞ ചില സാധനങ്ങളുണ്ടല്ലോ. അതേതാ? പെൺകുട്ടികൾ സ്ഥിരമായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞ സാധനം ഏതാണ്? കറുത്ത എള്ള് അല്ലേ. പണ്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, പണ്ട് വീടുകളിലൊക്കെ പെൺകുട്ടികൾക്ക് പീരിയഡ്സ് ആവുമ്പോൾ എന്താ ചെയ്യുക? കറുത്ത എള്ള് വറുത്ത് കൊടുക്കും. എന്നിട്ട് അതിൽ കരിപ്പട്ടി ശർക്കര ഇടിച്ച് ചേർത്ത് കൊടുക്കും. അതിനെന്താ നമ്മൾ വിളിക്കുക? എള്ള് പ്ലസ് ശർക്കര = എള്ളുണ്ട കൊടുക്കും അല്ലേ. ഇന്ന് നിങ്ങൾക്കൊക്കെ പീരിയഡ്സ് ആകുമ്പോൾ വീട്ടിൽ ആദ്യം എന്താ തരല്? ബൂസ്റ്റ്, ഹോർലിക്സ് അല്ലേ, കോംപ്ലാൻ. പിന്നെന്താ തരല്? കാടമുട്ട, കോഴിമുട്ട, താറാവ് മുട്ട അല്ലേ. നേന്ത്രപ്പഴം വാട്ടിയത്, ഉരുട്ടിയത്, പൊരിച്ചത്, പുഴുങ്ങിയത്, പല വെറൈറ്റീസിൽ. ഇതിലെവിടെയെങ്കിലും അയേൺ ഉണ്ടോ? അയേൺ ഉണ്ടോ? കുട്ടികൾക്ക് എന്താ കിട്ടേണ്ടത്? അയേണാണ് കിട്ടേണ്ടത്. അപ്പം എന്താ കഴിക്കേണ്ടത്? എള്ള് വറുത്ത് പൊടിച്ച് കരിപ്പട്ടി ശർക്കര, സാധാ ശർക്കര അല്ല, അച്ചിവെല്ലമല്ല, കരിപ്പട്ടി ശർക്കര ഇടിച്ച് ഉണ്ടയാക്കിയിട്ടോ അല്ലാതെയോ കഴിക്കണം അല്ലേ. പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൗമാരപ്രായത്തിൽ ആവശ്യമുള്ള ന്യൂട്രിയൻറ്റ് എന്ന് പറയുന്നത് അയേൺ ആണ്. ഇനി നിങ്ങൾ കുറച്ചും കൂടെ ഏജായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ന്യൂട്രിയൻറ്റ് കാൽസ്യമാണ്. കാൽഷ്യം അല്ലേ. നിങ്ങളെ ഉമ്മമാർക്കൊക്കെ അയേണും കാൽഷ്യം തരുന്ന ഭക്ഷണം ഏതാ? നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ കിട്ടുന്നൊരു ഭക്ഷണം, ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മുരിങ്ങയിലയാണ് അല്ലേ. മുരിങ്ങയില അയേൺ ആൻഡ് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ്. പക്ഷെ പലപ്പോഴും നിങ്ങൾക്കൊക്കെ ഒരു മടിയാണ് മുരിങ്ങയില, ചീരയിലൊക്കെ കഴിക്കാൻ ഇഷ്ടമല്ല അല്ലേ. കഴിക്കണം കഴിക്കണം. ഏറ്റവും കൂടുതൽ എല്ലുകൾക്ക് ബലം തരുന്നതും നമ്മുടെ മെൻസ്ട്രേഷനെ റെഗുലേറ്റ് ചെയ്യുന്നതും മെൻസ്ട്രേഷൻ സമയത്തിന് സംഭവിപ്പിക്കുന്നതും കൃത്യമായ അളവിൽ വരുത്തുന്നതും
ഒക്കെ ഈ ഭക്ഷണം ആണ്. ഭക്ഷണത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. രാഗി ഏറ്റവും കൂടുതൽ അയൺ ആൻഡ് കാൽസ്യം സപ്ലൈ ചെയ്യുന്നതാണ്. നിങ്ങളും അതുപോലെ തന്നെ ഈ സ്ത്രീകൾ, അതായത് നമ്മളടക്കമുള്ള എല്ലാ സ്ത്രീകളും നിങ്ങളെ പ്രായത്തിലും കുറച്ച് പ്രായം കഴിഞ്ഞാലും മെൻസ്ട്രേഷനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് രാഗിക്ക് വലിയ ഒരു പങ്കുണ്ട്. മുത്താറി രാഗി അത് പാലിൽ പുഴുങ്ങി കഴിക്കാൻ പറയും. ഈ പീരിയഡ്സിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? പീരിയഡ്സ് ആവുന്നതിൻ്റെ കുറച്ച് മുന്നേയിട്ട് എന്താ തോന്നാറ്? വയറുവേദന തോന്നും, കാലുവേദന തോന്നും, തലവേദന തോന്നും. വേദനയേ ഉള്ളൂ അല്ലേ? പിന്നെ പിമ്പിൾസ് വരും. പിന്നെ ദേഷ്യം വരുമോ? മൂഡ് സ്വിങ്സ് വരുമോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചാടിക്കേറി പ്രതികരിക്കാൻ തോന്നുമോ? ദേഷ്യം പിടിക്കും അല്ലേ? സങ്കടം വരുമോ? വെറുതെ ഇരുന്ന് കരയാൻ തോന്നുമോ? ഇതൊക്കെ ഇതിനെന്താ പറയാന്നറിയോ? PMS എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം. പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം. ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പെൺകുട്ടികൾക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് ഒരുപാട് ഹോർമോൺ ഇംബാലൻസുകൾ വരുന്നുണ്ട്. ഹോർമോണുകളുടെ ലെവലിൽ വലിയ മാറ്റങ്ങൾ വരുന്നതാണ്. അതുകൊണ്ട് തോന്നുന്നതാണ്. അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? ഭക്ഷണം ശ്രദ്ധിച്ചാൽ മതി. എള്ളുണ്ട കഴിക്കുക, നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ചിക്കനൊക്കെ തിന്നാൻ അങ്ങനെ തോന്നും അല്ലേ? കഴിക്കാൻ പാടുണ്ടോ? അച്ചാറൊക്കെ കഴിക്കാൻ തോന്നും, വേണ്ടാത്തൊക്കെ കഴിക്കാൻ തോന്നും, പക്ഷെ ചെയ്യാൻ പാടില്ല അല്ലേ? നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് നന്നായിട്ട് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ആ സമയത്ത് ചെയ്യേണ്ടത്. ഇനി ഈ പീരിയഡ്സ് എന്ന് പറയുന്ന സംഗതി എന്താണ്? പീരിയഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻസ്ട്രേഷൻ എന്താണ്? സ്ത്രീകളുടെ ആരോഗ്യത്തിൽ വലിയൊരു മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു സംഗതിയാണ് മെൻസ്ട്രേഷൻ. ഒരു നോർമൽ ഫിനോമിനനാണത്. അത് എത്ര വയസ്സ് തുടങ്ങണം? എത്ര വയസ്സ് തുടങ്ങണം മെൻസ്ട്രേഷൻ? 9 വയസ്സിൻ്റെയും 15 വയസ്സിൻ്റെയും ഇടയിൽ തുടങ്ങണം അല്ലേ? പീരിയഡ്സ് തുടങ്ങുന്ന കുട്ടികളെ നമ്മൾ എന്താ വിളിക്കുക? ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രേഷനെ മെനാർക്ക് എന്ന് വിളിക്കും. മെനാർക്ക്. എത്ര വയസ്സിലാണ് ആർത്തവം നിൽക്കേണ്ടത്? 45ൻ്റെയും 55ൻ്റെയും ഇടയിൽ നിൽക്കണം. കൂടിപ്പോയാൽ 60 വയസ്സ് അല്ലേ? പീരിയഡ്സ് നിൽക്കുന്ന സ്ത്രീകളെ നമ്മൾ എന്താ വിളിക്കുക? മെനോപോസ് എന്ന് വിളിക്കും അല്ലേ? ഇനി പീരിയഡ്സ് തുടങ്ങിയില്ലെങ്കിൽ, ഈ പറഞ്ഞ 9ൻ്റെയും 15ൻ്റെയും ഇടയിൽ തുടങ്ങിയില്ല എങ്കിൽ എന്ത് ചെയ്യണം? ഡോക്ടറെ ചെന്ന് കാണണം. ചിലപ്പോൾ രക്തക്കുറവായിരിക്കും, ചിലപ്പോൾ സീരിയസ് ഇഷ്യൂസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ആ സമയത്ത് നന്നായിട്ട് അയൺ കാൽഷ്യം കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതിൻ്റെ കുറവ് കാരണമാണെങ്കിൽ പീരിയഡ്സ് തുടങ്ങി കൃത്യമായിട്ട് വരാൻ തുടങ്ങും അല്ലേ? ഇനി 60 വയസ്സാകുമ്പോൾ പീരിയഡ്സ് നിന്നില്ലെങ്കിൽ എന്താ പ്രശ്നം? 60 നിന്നില്ലെങ്കിൽ നിൽക്കേണ്ട സമയത്ത് നിൽക്കണ്ടേ? ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? അത് ചില രോഗങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഏത് രോഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്? ഗർഭാശയ ക്യാൻസറുകളെ സൂചിപ്പിക്കുന്നുണ്ട്. ഗർഭാശയ ക്യാൻസർ ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? സൂചിപ്പിക്കുന്നു അല്ലേ? സൂചന മാത്രം അല്ലേ? സാധാരണ ഞാൻ ഒരു സ്കൂളിൽ പോയിട്ട്, ഒരു +2 സ്കൂളിൽ പോയിട്ട് കുട്ടികൾക്ക് ഇതുപോലുള്ളൊരു ക്ലാസ് എടുത്തതാണ്. രാത്രി 11 മണിയായപ്പോൾ ഒരു ഫോൺ കോള്. ഒരു അമ്മയാണ് വിളിക്കുന്നത്. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ ഇന്ന് ഇങ്ങനെ ഇന്ന സ്കൂളിൽ വന്ന് ക്ലാസ് എടുത്തിരുന്നോ എന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞാൽ എടുത്തിരുന്നു, +2 കുട്ടികൾക്കാണ്. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? ആകെ പ്രശ്നമായില്ലേ എന്ന് പറഞ്ഞ്. അപ്പോൾ എന്താ സംഭവം? ചില കുട്ടികൾ ക്ലാസ് കേട്ടതൊക്കെ വീട്ടിലൊക്കെ പോയിട്ട് അമ്മയുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യും അല്ലേ? അപ്പോൾ ഈ കുട്ടി അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞാണ്. കുട്ടി അമ്മേനെ പോയി വിളിച്ച് മുന്നിലിരുത്തി. അല്ല, നിങ്ങളെ പീരിയഡ്സിൻ്റെ അവസ്ഥ എന്താ? കുട്ടി ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുമ്പോൾ കുട്ടി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞ സംഗതികളൊക്കെ. അപ്പോൾ തൊട്ടപ്പുറത്ത് ആര് നിൽക്കുന്നുണ്ട്? മുത്തശ്ശി നിൽക്കുന്നുണ്ട്. മുത്തശ്ശി ഇങ്ങനെ ചെവിയോർത്ത് നോക്കിയപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലായി ഇവളെന്തോ ആരോഗ്യ ക്ലാസ്സും കേട്ട് വന്നതാണെന്ന് മനസ്സിലായി. വിഷയം പീരിയഡ്സാണെന്ന് മനസ്സിലായത് മുത്തശ്ശിക്കോട് ഇൻട്രസ്റ്റ് കയറി.
മുത്തശ്ശി ഇവളെടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ കാര്യത്തിൽ എനിക്ക് പിന്നെ ഭയങ്കര ആരോഗ്യമാണ്. വയസ്സറിയിച്ച അന്ന് മുതൽ ഇന്ന് വരെ മാസം കൃത്യം ഇതങ്ങോട്ട് സംഭവിക്കും, ഒരു മുടക്ക് ഇതുവരെ. അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ചോദിച്ചു, അല്ല മുത്തശ്ശി നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വയസ്സായി? ഉടനെ തന്നെ മുത്തശ്ശി, ഈ ചിങ്ങത്തിന് 64 വയസ്സ്. ഉടനെ മുത്തശ്ശിക്ക് പോയി കൈ കൊടുത്തിട്ട്, കൺഗ്രാറ്റുലേഷൻ മുത്തശ്ശി, ഗർഭാശയ ക്യാൻസർ. വിധി എഴുതി. മുത്തശ്ശിക്ക് അറ്റാക്ക് വന്നൂല്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? സൂചനയാണ് അല്ലേ? അപ്പം എന്ത് ചെയ്യണം? സമയമായിട്ട് നിന്നില്ലെങ്കിൽ ഡോക്ടറെ ചെന്ന് സമീപിക്കണം അല്ലേ? നോക്കണം എന്തുകൊണ്ട് നിൽക്കുന്നില്ല എന്ന് അല്ലേ? ഇനി എത്ര ദിവസം കൂടുമ്പോഴാണ് പീരിയഡ്സ് ആവേണ്ടത്? എത്ര ദിവസം കൂടുമ്പോഴാണ്? 28, 4 ആഴ്ച കൂടുമ്പോൾ. എത്ര ദിവസം ഉണ്ടാവണം ബ്ലീഡിങ്? 3 to 7 days അല്ലേ? 3 to 7 days. ഏറ്റവും കുറവ് 3 ദിവസം, ഏറ്റവും കൂടുതൽ 10 ദിവസം, മാക്സിമം 10 ദിവസം. 10 ദിവസത്തിൽ കൂടുതൽ പീരിയഡ്സ് ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? ചില കുട്ടികൾക്ക് 15 ദിവസം ഉണ്ടാവാറുണ്ട്, 12 ദിവസം ഉണ്ടാവാറുണ്ട്. എന്താ പ്രശ്നം? അത് ചിലപ്പോൾ എന്തെങ്കിലും സൂചനയായിരിക്കും അല്ലേ? ചിലപ്പം രക്തക്കുറവ് കാരണമായിരിക്കും. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ, കൗമാര പെൺകുട്ടികളെ ഇന്ന് ബാധിക്കുന്ന ഒരു അസുഖം ഉണ്ടല്ലോ, 95% കൗമാര പെൺകുട്ടികളെയും ബാധിക്കുന്ന ഒരു അസുഖം PCOD അല്ലേ? PCOD ആയിരിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് PCOD? PCOD ഓർ PCOS എന്താണ്? എന്താ ഇതിൻ്റെ ഫുൾ ഫോം? പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലേ? അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. ഡോക്ടർ എന്താ നിങ്ങളുടെ അടുത്ത് പറയുക? ഡോക്ടർ എന്താ പറയുക? നിങ്ങളുടെ അണ്ഡാശയം നിറച്ച് കുമിളകളാണ്, ബലൂണ് നിറഞ്ഞിരിക്കുകയാണെന്ന് പറയും അല്ലേ? അണ്ഡാശയം നിറച്ച് ആരാ വേണ്ടത്? അണ്ഡാശയം നിറച്ച് ആരാ വേണ്ടത്? അണ്ഡമാണ് വേണ്ടത് അല്ലേ? അതിൻ്റെ അകത്ത് കുമിളകൾ ഉണ്ടാവാൻ പാടുണ്ടോ? ഇല്ല. PCOD ഈസ് എ ചാൻസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റിയെ ഭാവിയിൽ ഉണ്ടാക്കുന്ന അസുഖമാണ് PCOD. എന്താ ഇൻഫെർട്ടിലിറ്റി? വന്ധ്യത അല്ലേ? അതായത് ഭാവിയിൽ ആ കുട്ടികൾക്ക് ഗർഭം ധരിക്കാൻ അവർ ബുദ്ധിമുട്ടും എന്നുള്ളതാണ്. PCODയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് PCOD ഉണ്ടോയെന്ന് എങ്ങനെയാണ് നമുക്കറിയാൻ പറ്റുക? എന്താ ലക്ഷണങ്ങൾ? പീരിയഡ്സ് ക്രമം തെറ്റി വരും അല്ലേ? പീരിയഡ്സ് സമയത്തിനാവൂല, ചിലപ്പോൾ വൈകി. ഞാൻ പറഞ്ഞു 28 ദിവസം കൂടുമ്പോൾ വരണം എന്ന് പറഞ്ഞു. 28ാം ദിവസം തന്നെ വരണം എന്നുണ്ടോ? എത്ര ദിവസം വൈകാ ശരിക്കും? 1 മാസമൊന്നുമില്ല. എത്ര ദിവസം വൈകാം? 15 ദിവസം വൈകാം, 15 ദിവസം മുന്നിലേക്ക് വരാം. ഇപ്പോൾ ജനുവരി 1-ാം തീയതി പീരിയഡ്സ് ആയൊരു കുട്ടി, അവളുടെ അടുത്ത പീരിയഡ്സിൻ്റെ ഡേറ്റ് നിങ്ങൾ എങ്ങനെ കണക്ക് കൂട്ടുക? ഫെബ്രുവരി 1-ാം തീയതി എന്നാണ് നിങ്ങളെ മനസ്സിലുണ്ടാവുക അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തം പീരിയഡ്സിൻ്റെ ഡേറ്റ് അറിയോ? ഇവിടെ എത്ര പേർക്ക് സ്വന്തം പീരിയഡ്സിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് പറയാൻ പറ്റും? അടുത്ത മാസം എനിക്ക് ഏകദേശം എപ്പാവും എന്ന് പറയാൻ പറ്റും? അപ്പോൾ 90% ആളുകൾക്കും അറിയില്ല അല്ലേ? എന്താ കാരണം? അങ്ങനെ ഒരു ഡേറ്റ് ഇല്ല. അതാണോ കാരണം? വന്നാ വന്നു, നിന്നാ നിന്നു അല്ലേ? ആയാലായി. അങ്ങനെയാണോ? അത് നോട്ടീസ് ചെയ്യാത്തതാണോ? ചില കുട്ടികളുണ്ട്, ഉമ്മാരെ കൂട്ടിയിട്ട് വരും കാണിക്കാൻ. പീരിയഡ്സിൻ്റെ ഡേറ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ ഉമ്മാനൊരു നോട്ടാണ്. ഉമ്മ പറയണം അവളെ പീരിയഡ്സിൻ്റെ ഡേറ്റ്. ഉമ്മക്ക് അത്രയും അറിയില്ല. ഉമ്മ പറയും അതിപ്പോൾ പറഞ്ഞു വരുമ്പോൾ എനിക്ക് പീരിയഡ്സ് ആയതിൻ്റെ ഒരാഴ്ച മുന്നേയൊക്കെ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നാ പീരിയഡ്സ് ആയത്? അപ്പോൾ പറയും നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ കല്യാണം നടന്നില്ലേ, അതിൻ്റെ ഒരു 5 ദിവസം മുൻപ്. ഇങ്ങനെയൊക്കെയാണ് പറയുക അല്ലേ? ശരിക്കും അങ്ങനെ പാടുണ്ടോ? നമ്മുടെ ഡേറ്റ് നമുക്ക് തന്നെ അറിയണ്ടേ? നോട്ട് ചെയ്ത് വെച്ചൂടെ? അപ്പോഴല്ലേ അടുത്ത പീരിയഡ്സ് കൃത്യമായിട്ട് വരുന്നുണ്ടോയെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ജനുവരി 1-ാം തീയതി പീരിയഡ്സ് ആയൊരു പെൺകുട്ടിക്ക്
അടുത്ത മാസം ഫെബ്രുവരി 1-ാം തീയതി തന്നെ ആവണം എന്നില്ല. ആ കുട്ടിക്ക് 15 ദിവസം മുന്നിലേക്കോ 15 ദിവസം പിന്നിലേക്കോ പോകാവുന്നതാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഡേറ്റ് എന്നാണ്? ജനുവരി, അടുത്ത ഡേറ്റ് ജനുവരി 15-ാം തീയതിയുടെയും ഫെബ്രുവരി 13-14 ഉള്ളിലായിട്ട് വന്നാൽ മതി. ക്ലിയറായോ? ഇനി മുതൽ ശ്രദ്ധിക്കണം കേട്ടോ. പീരിയഡ്സ് കൃത്യമായിട്ട് വരണം. അപ്പോൾ ഈ ക്രമം തെറ്റി വരിക, അതാണ് PCODയുടെ ലക്ഷണം. വൈകി വരിക, വന്നു കഴിഞ്ഞാൽ ചിലപ്പം 3 ദിവസവും 4 ദിവസവും 3 ദിവസം ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ 10 ദിവസമായിട്ട് നിൽക്കാതിരിക്കുക. ഒരു വല്യമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞേ, ഡോക്ടർ എൻ്റെ മോൾക്ക് പീരിയഡ്സ് ആവില്ല, എന്നിട്ട് ഞാൻ യാസീൻ ഓതി ഊതി 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 എങ്ങനെയൊക്കെയോ അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നിൽക്കൂല. അപ്പോൾ ആ ഒരു അവസ്ഥ വരിക, ആവാൻ ബുദ്ധിമുട്ട്, ആയിക്കഴിഞ്ഞാൽ നിൽക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെ വരുന്നത് PCODയുടെ ലക്ഷണമാണ്. രണ്ടാമത്തെ ലക്ഷണം എന്താണ്? ശരീരത്തിൽ അതിനേക്കാളും പ്രധാനപ്പെട്ടൊരു ലക്ഷണമുണ്ട്, രോമവളർച്ച വരിക അല്ലേ? ശരീരത്തിൽ അമിതമായ രോമവളർച്ച വരിക. കയ്യിലും കാലിലും ആണോ? അല്ല. പെൺകുട്ടികൾക്ക് വരാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പുരുഷന്മാരെ പോലെ രോമങ്ങൾ വരിക. നമ്മുടെ പുരുഷന്മാർക്കുള്ളൊരു ഹോർമോണിൻ്റെ പേരെന്താ? ടെസ്റ്റോസ്റ്റിറോൺ എന്ന് കേട്ടിട്ടുണ്ടോ? ടെസ്റ്റോസ്റ്റിറോൺ പുരുഷ ഹോർമോണാണ് അല്ലേ? നമ്മളെ ശരീരത്തിൽ അതുണ്ടോ? ഉണ്ട്, ചെറിയ അളവിലുണ്ട്. പക്ഷെ അതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പുരുഷന്മാർക്ക് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് രോമങ്ങൾ വരും അല്ലേ? നെഞ്ചിൽ നിറച്ച് രോമങ്ങൾ, ബ്രസ്റ്റിൽ രോമങ്ങൾ, പൊക്കിളുടെ ഭാഗത്ത് മീശ, താടി, കൃതാവ് അല്ലേ? ഇതൊക്കെ വരും. ഇനി മീശയുള്ള എല്ലാ കുട്ടികളും PCODക്കാരികളാണോ? അല്ല, ചിലർക്ക് പാരമ്പര്യമായിട്ട് വരും അല്ലേ? പക്ഷെ ഇത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് അമിതമായ രോമവളർച്ച. ശരീരം വണ്ണം വെച്ച് വരിക, വയറ് ചാടി വരിക, മുടി നന്നായിട്ട് കൊഴിയുക, പലതരത്തിലുള്ള കുരുക്കൾ സംഭവിക്കുക അല്ലേ? മുഖത്ത് പല അടയാളങ്ങൾ വരിക. ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണങ്ങളാണ്? PCODയുടെ. തടിച്ച കുട്ടികൾക്ക് മാത്രമേ വരുള്ളൂ PCOD? മെലിഞ്ഞ കുട്ടികൾക്കും വരും അല്ലേ? ലീൻ PCOD എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അപ്പോൾ നമുക്ക് PCOD ഉണ്ടോയെന്ന് എങ്ങനെ അറിയാൻ പറ്റുക? ഈ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറെ ചെന്ന് കാണുക. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? സ്കാൻ ചെയ്ത് നോക്കും. സ്കാനിങ്ങിൽ PCOD ഉണ്ടോയെന്ന് അറിയാൻ പറ്റും. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മരുന്ന് തരും. മരുന്ന് കഴിച്ചാൽ അത് മാറും. മാറിക്കഴിഞ്ഞാൽ അത് വീണ്ടും വരും അല്ലേ? വീണ്ടും വരാതിരിക്കാൻ എന്ത് ചെയ്യണം? പല കുട്ടികളെയും പ്രശ്നം അതാണ്, ഇത് മാറിപ്പോവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് പറയുന്നത്. വീണ്ടും വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇൻപുട്ട് കുറക്കുക, ഔട്ട്പുട്ട് കൂട്ടുക അല്ലേ? ഇൻപുട്ട് കുറക്കണം, തീറ്റ കുറക്കണം. എന്താ കുറക്കണ്ടേ? ഭക്ഷണത്തിൽ എന്താ കുറക്കണ്ടേ? ചോറ് കുറച്ചാൽ മതിയോ? അല്ല. ഇന്ന് നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഡയറ്റിങ് ചെയ്യുന്നൊരു കാലഘട്ടമാണ് അല്ലേ? നിങ്ങൾ എന്താ കുറക്കാറ്? ചോറ് കുറക്കും, പിന്നെ ഷുഗർ കുറക്കും, എന്നിട്ട് വയറ് നിറച്ച് ബേക്കറി കഴിക്കും അല്ലേ? ഓയിൽ കുറക്കാറുണ്ടോ? എന്നിട്ട് ചിക്കൻ അടിച്ച് കയറ്റും അല്ലേ? ഷവായ കണ്ടാൽ പിന്നെ, ബ്രോസ്റ്റ് കണ്ടാൽ പിന്നെ നിൽക്കില്ല. പിന്നെ അന്ന് ചീറ്റ് ഡയറ്റായി അല്ലേ? അങ്ങനെ ആവാൻ പാടുണ്ടോ? അപ്പോൾ ഇൻപുട്ട് കുറക്കുക എന്ന് പറഞ്ഞാൽ ചിക്കൻ കുറക്കണം. ഷവർമ, ഷവായ, ബ്രോസ്റ്റ്, അൽഫാം, കുഴിമന്തി, ബിരിയാണി, ഫ്രൈഡ് റൈസ് കുറക്കണം. അത് മാത്രം കുറച്ചാൽ മതിയോ? വേറെന്താ കുറക്കണ്ടേ? ചോക്ലേറ്റ്, ഐസ്ക്രീം, പേസ്ട്രീസ്, മയോണീസ്, ബേക്കറീസ്, മധുരപലഹാരങ്ങൾ കുറക്കണം അല്ലേ? PCOD ഉള്ള കുട്ടികൾ നിർത്തണ്ടേ? എല്ലാവരും മുഖവും വാടി അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? എന്ത് കഴിക്കണം? നല്ല ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കണം. ഇലക്കറികൾ കഴിക്കാം, പച്ചക്കറികൾ കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം അല്ലേ? ഒക്കെ നല്ല ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കണം. പിന്നെ
ഈ എന്താണ് പട്ട തിളപ്പിച്ച വെള്ളം കുടിക്കുക, ജീരക വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ PCODക്ക്? അതെ. എന്നിട്ട് ഔട്ട്പുട്ട് കൂട്ടണം. ഔട്ട്പുട്ട് കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? എക്സസൈസ് ചെയ്യണം. എത്ര പേര് ഇവിടെ എക്സസൈസ് ചെയ്യാറുണ്ട് ഡെയിലി? എത്ര പേര് വല്ലപ്പോഴും അല്ലേ? ആരും സ്ഥിരമായിട്ട് ചെയ്യുന്നവരില്ല? മടിച്ചികളാണ് അല്ലേ? മടിച്ചികളാണ്. എക്സസൈസ് എന്തിനാ ചെയ്യുന്നത്? നമ്മൾ എക്സസൈസ് എന്തിനാ ചെയ്യുന്നത്? നല്ല രീതിയിൽ എക്സസൈസ് ചെയ്താൽ, ഇപ്പം പണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. പണ്ടുള്ള സ്ത്രീകൾക്കൊക്കെ PCOD ഉണ്ടായിരുന്നോ? അവർ നമ്മളെപ്പോലെയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നേ? അവരെന്താ ചെയ്തിരുന്നേ? അവർ പാടത്തൊക്കെ പണിയെടുക്കും. ഇനി വീട്ടിലാണെങ്കിൽ അവർ അരി ഇടിച്ചിട്ടൊക്കെ ആയിരുന്നു അപ്പം ചുട്ടിയിരുന്നത് അല്ലേ? അവർ അമ്മിയിൽ അരക്കുമായിരുന്നു. അമ്മിയിൽ അരച്ചിട്ടാണ് കറി വെച്ചിരുന്നത്. വെള്ളം കോരിയിട്ടാണ് കുളിച്ചിരുന്നത്. അവർ പലയിലിരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അവർ തേങ്ങ ചിരവാനും പച്ചക്കറി അരിയാനും പത്തിരി ഉണ്ടാക്കാനും മീൻ മുറിക്കാനും ഒക്കെ എവിടെ ഇരുന്നിരുന്നേ? പലയിലായിരുന്നു ഇരുന്നിരുന്നത് അല്ലേ? അവരുടെ ക്ലോസറ്റ് ഏതായിരുന്നു? അവർ യൂസ് ചെയ്തിരുന്ന ക്ലോസറ്റ് ഏഷ്യൻ ക്ലോസറ്റ് ആയിരുന്നു അല്ലേ? ഈ അങ്ങനെയുള്ളതിലൊക്കെ ഇരിക്കുമ്പോൾ, പലയിലൊക്കെ ഇരിക്കുമ്പോൾ എന്താ ശരീരത്തിന് വരുന്ന മാറ്റം? എന്താ ശരീരത്തിന് വരുന്ന വ്യത്യാസം? എന്താ വ്യത്യാസം? നമ്മളെ സ്ത്രീകൾക്ക് മാത്രമുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ്? സ്ത്രീകൾക്ക് മാത്രമുള്ള അവയവങ്ങൾ, പ്രത്യുൽപാദന അവയവങ്ങൾ ഏതൊക്കെയാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന? ഓവറീസ്. പിന്നെ എത്ര അണ്ഡാശയങ്ങളുണ്ട്? 2. പിന്നെ ഏതാ അടുത്ത അവയവം? യൂട്രസ്, ഗർഭപാത്രം. ഒരു ഗർഭപാത്രം ഉണ്ട് അല്ലേ? പിന്നെ ഇനി 2 അവയവങ്ങളും കൂടി ഉണ്ട്. ഒരു ട്യൂബില്ലേ? ഫലോപ്പിയൻ ട്യൂബ്. ഈ ഓവറീസിനെയും യൂട്രസിനെയും കണക്ട് ചെയ്യുന്ന 2 ട്യൂബുകളുണ്ട് അല്ലേ? പിന്നെ 4ാമത്തെ അവയവം ഏതാ? ഗർഭപാത്രത്തിൻ്റെ താഴെയുള്ളൊരു അവയവം, ഒരു കനാല്, വജൈന അല്ലേ? 4 അവയവങ്ങളുണ്ട്. അണ്ഡാശയങ്ങളാണ് അണ്ഡങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ? അണ്ഡാശയങ്ങൾ അണ്ഡങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഫലോപ്പിയൻ ട്യൂബിൻ്റെ പ്രത്യേകത എന്താ? നമ്മളൊക്കെ എവിടെ ആദ്യം ഉണ്ടായത്? ഒരു ഗർഭം എവിടെയാണ് ആദ്യം ഉണ്ടാവുന്നത്? ഫലോപ്പിയൻ ട്യൂബിലാണ്. വെരി ഗുഡ്, ഫലോപ്പിയൻ ട്യൂബിൽ. പക്ഷെ ഗർഭം വളരുന്നത് എവിടെയാണ്? യൂട്രസിൽ അല്ലേ? അപ്പോൾ ഗർഭം ഫലോപ്പിയൻ ട്യൂബിൽ ഉണ്ടായി, അത് പതുക്കെ നീങ്ങി ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് വീണ് ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഗർഭം വളരുക അല്ലേ? ഈ ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭപാത്രം ഒറ്റ ഒരു ഗർഭപാത്രമല്ലേ ഉള്ളൂ? യൂട്രസ്. എന്താണ് അതിന് പറയുന്നത്? ചൈൽഡ് ബിയറിംഗ് ഓർഗൻ എന്നാണ് പറയുന്നത്. ഒരു കുഞ്ഞിന് വളരാനുള്ള എല്ലാവിധ സുഖ സൗകര്യങ്ങളും അടങ്ങിയ അവയവമാണ് ഗർഭപാത്രം അല്ലേ? ഗർഭപാത്രത്തിന് എത്ര ഭിത്തികളുണ്ട്? ഖുർആനിൽ വരെ പരാമർശമുള്ളതാണ്. എത്ര ഭിത്തികളുണ്ട്? 3 ഉള്ളറകളുണ്ട് അല്ലേ? ഭിത്തികളുണ്ട്. ഏതൊക്കെയാണ് ആ ഭിത്തികൾ? പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം അല്ലേ? ഇൻവിസിബിൾ ആയിട്ടുള്ള 3 ഉള്ളറകൾ ഉള്ള ഗർഭപാത്രം എന്ന് പറഞ്ഞിട്ടില്ലേ? ഉള്ളറകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ വളർത്തിയെടുത്തില്ലേ എന്ന് റബ്ബ് പറയുന്നുണ്ട് അല്ലേ? ആ ഉള്ളറകളാണ് പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം അല്ലേ? ഏറ്റവും ഉള്ളിലത്തെ അറ ഏതാണ്? എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും വളരുന്നത് കുഞ്ഞായിരിക്കുമ്പോൾ അല്ലേ? അപ്പോൾ ഈ ഗർഭപാത്രവും ഈ അണ്ഡാശയവും നമ്മളെ ശരീരത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഏറ്റവും അടിയിലാണ് അല്ലേ? അടിവയറ്റിനകത്താണ്, ഏറ്റവും അടിയിൽ. അപ്പോൾ അത് ചുരുങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ രീതിയിൽ ഇരുന്നാൽ അല്ലേ? പലയിലിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നത്?
നമ്മുടെ ബട്ടക്സ് താഴും അല്ലേ, നമ്മുടെ കാലുകൾ പൊങ്ങും, തൈസ് പൊന്തും. അപ്പോൾ എവിടെയാണ് കൺട്രാക്ഷൻ വരുന്നത്? അണ്ഡാശയവും ഗർഭപാത്രവും കൺട്രാക്റ്റഡ് ആവും. അവർ ചെയ്തിരുന്ന പ്രവൃത്തികൾ കൊണ്ട് അവരുടെ അണ്ഡാശയവും ഗർഭപാത്രവും കൺട്രാക്റ്റഡ് ആയിരുന്നു, ചുരുങ്ങിയിരുന്നു. അതിങ്ങനെ ഗർഭപാത്രത്തിന് ചുരുങ്ങാനും വികസിക്കാനും കഴിവുള്ള അവയാണ് അല്ലേ. നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് വല്ലപ്പോഴും ചുരുങ്ങുന്നുണ്ടോ? അപ്പം അതിനകത്ത് പിന്നെ കുമിളകളും ബലൂണും അല്ലേ, ഫാറ്റും മാത്രമല്ല, ചിലപ്പോൾ ബോംബെന്നെ നിറഞ്ഞങ്ങോട്ട് പൊട്ടും. അതിനെന്ത് ചെയ്യണം? ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം. എക്സസൈസ് ചെയ്യണം. നിങ്ങൾ പലയിൽ പോയിരിക്കണം, ഏഷ്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യണം എന്നൊന്നും നിർബന്ധിക്കൂല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സസൈസ് ചെയ്തൂടെ അല്ലേ? പെൽവിക് ഫ്ലോർ എക്സസൈസ് കണ്ടിട്ടില്ലേ? പെൽവിക് ഫ്ലോർ മലർന്ന് കിടന്ന് ചെയ്യുന്ന എക്സസൈസുകൾ അല്ലേ. അപ്പോൾ ഈ എക്സസൈസുകൾ കൃത്യമായിട്ട് ചെയ്യുക. നമ്മുടെ നമസ്കാരം തന്നെ വലിയൊരു ഉദാഹരണമാണ്. നല്ല രീതിയിൽ കൺട്രാക്ഷൻ വരുന്ന അല്ലേ, കൃത്യമായിട്ട് നമസ്കാരം അനുഷ്ഠിക്കുക. അതിൻ്റെ സുന്നത്തുകളോടോ കൂടിയിട്ടും തഹജ്ജുദും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പൂർണ്ണമാവുന്നുണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള മൂമെൻറ്റ്സ് നമ്മുടെ വയറിന്, അടിവയറ്റിന് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. അതാണ് എക്സസൈസിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്ന പെൺകുട്ടികൾക്ക് മെൻസ്ട്രൽ പെയിൻ കുറവായിരിക്കും. ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് പീരിയഡ്സിൻ്റെ സമയത്തുള്ള വേദന, ബുദ്ധിമുട്ടുകൾ ഒക്കെ കുറവായിരിക്കും. എക്സസൈസ് ചെയ്യാത്തതാണ് കാരണം. ഇപ്പോൾ PCODക്ക് പ്രധാനപ്പെട്ട സംഗതി ഭക്ഷണ നിയന്ത്രണവും എക്സസൈസും ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇതാണ് ഭക്ഷണത്തെക്കുറിച്ച് പറയാനുള്ളത്, എക്സസൈസിനെ കുറിച്ച് പറയാനുള്ളത്. എക്സസൈസ് മാത്രമല്ല, നമ്മൾ എപ്പോഴും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പ്രസൻസ് ഓഫ് മൈൻഡ്. ജിമ്മിന് പോകുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ജിമ്മിൽ പോകാൻ നിർബന്ധമൊന്നുമില്ല, നല്ല എക്സസൈസ് വീട്ടിൽ ചെയ്താൽ മതി. പക്ഷെ അതൊക്കെ ഓരോരുത്തരെ എന്താണ് പറയുക, ഭയങ്കര ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, ഒരു സന്തോഷം വരുത്തുന്ന സംഗതികളാണ് എന്ന് മനസ്സിലാക്കുക എക്സസൈസുകൾ. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് വെള്ളം അല്ലേ. എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം നമ്മൾ? 8 ഗ്ലാസ്, 20 ഗ്ലാസ്, 2 ലിറ്റർ. നമ്മൾ 20 കിലോ വെയിറ്റിന് 1 ലിറ്റർ വെള്ളം കുടിക്കണം അല്ലേ. 20 കിലോ വെയിറ്റിന് 1 ലിറ്റർ വെള്ളം. അപ്പോൾ നമ്മുടെ വെയിറ്റ് അനുസരിച്ച് വേണ്ടേ നമ്മൾ വെള്ളം കുടിക്കാൻ? നമുക്ക് 60 കിലോ വെയിറ്റ് ആണെങ്കിൽ എത്ര വെള്ളം കുടിക്കണം? എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? 60 കിലോ വെയിറ്റ് ഉള്ള ആൾ 3 ലിറ്റർ, 80 കിലോ വെയിറ്റ് ഉള്ള ആൾ 4 ലിറ്റർ. അപ്പോൾ 70 കിലോ വെയിറ്റ് ഉള്ള ആളോ? 70 കിലോ വെയിറ്റ് ഉള്ള ആൾ 3.5 ലിറ്റർ അല്ലേ. ഇങ്ങനെ കണക്കാക്കി കുടിക്കണ്ടേ? വെള്ളം കുടിക്കാൻ മടിയുള്ള കുട്ടികളാണെന്ന് അല്ലേ. വെള്ളം ചില കുട്ടികൾ ക്ലിനിക്കിൽ വരുമ്പോൾ വെള്ളം കുടിക്കാൻ പറയുമ്പോൾ പറയും, എന്തിനാ ഡോക്ടറെ, സ്കൂളിൽ ബാത്റൂം ഒന്നും തീരെ വൃത്തിയില്ല, അപ്പോൾ ബാത്റൂമിലൊന്നും പോകാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കാറില്ല. വെള്ളം കുടിക്കണ്ടേ? ഏറ്റവും കൂടുതൽ നമ്മളെ ബ്ലഡിനെ ശുദ്ധീകരിക്കുന്ന സാധനം ഏതാ? ഏറ്റവും കൂടുതൽ ബ്ലഡിനെ ശുദ്ധീകരിക്കുന്നത് വെള്ളമാണ് അല്ലേ, വെള്ളമാണ്. എപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കേണ്ടത്? എപ്പോഴാണ് കുടിക്കേണ്ടത്? രാവിലെ എഴുന്നേറ്റ ഉടനെ കുടിക്കണം അല്ലേ. എഴുന്നേറ്റ ഉടനെ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം? 1 ഗ്ലാസ് മതി, അതന്നെ ആയാലായി അല്ലേ. എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം? 4 ഗ്ലാസ് വെള്ളം കുടിക്കണം അല്ലേ. 4 ഗ്ലാസ് വെള്ളം കുടിക്കണം. അതിങ്ങനെ നിന്നിട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് കുടിക്കണോ വേണ്ടത്? എങ്ങനെ വെള്ളം കുടിക്കേണ്ടത്? ഒന്ന് ഇരിക്കണം അല്ലേ, ഇരുന്നിട്ട് കുടിക്കണം. പിന്നെ വലത് കൈയിൽ പിടിച്ച് കുടിക്കണം. പിന്നെ സിപ്പായിട്ട് കുടിക്കണം. ഒറ്റയടിക്ക് അങ്ങോട്ട് കുടിക്കലല്ല, സിപ്പായിട്ട് കുടിക്കണം. ഇതൊക്കെ ഇസ്ലാമിൽ പഠിപ്പിച്ച് തരുന്നുണ്ട് അല്ലേ, നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. ഇനി ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആണോ ശേഷമാണോ വെള്ളം കുടിക്കേണ്ടത്? ശേഷം, മുന്നേ, അപ്പം തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ.
അരമണിക്കൂറിൻ്റെ ഒരു ഗ്യാപ്പ് ഇടണം അല്ലേ? മുന്നേ ആയാലും ശേഷമായാലും നമ്മളൊരു അരമണിക്കൂറിൻ്റെ ഗ്യാപ്പ് ഇടണം. ഓരോ ഉരുള ചോറിനൊപ്പം വെള്ളം കുടിക്കാൻ പാടുണ്ടോ? ഭക്ഷണം ദഹിക്കില്ല അല്ലേ? ഏറ്റവും കൂടുതൽ ദഹനത്തെ അത് ബാധിക്കും. ദഹനത്തെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? ശരിക്കും ഭക്ഷണം ദഹിക്കില്ല അല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് നെഞ്ചരിച്ചിലായി, പുളിച്ചു തേട്ടലായി, വയറിന് ഗ്യാസായി അല്ലേ? ശരിക്കും കഴിക്കുന്ന ഭക്ഷണമൊന്നും ദഹിക്കുന്നില്ല, ഭക്ഷണത്തിനോടൊരു രുചി തോന്നുന്നില്ല, ഒരു മനം പരട്ടൽ അല്ലേ, ഉരുണ്ട് കയറൽ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലേ? ഇനി കുളിക്കുന്നതിന് മുൻപ് വെള്ളം കുടിക്കണോ? കുളിക്കുന്നതിന് മുൻപ് വെള്ളം കുടിക്കണോ? വേണ്ട. BP കൺട്രോൾഡ് ആവണോ? നിങ്ങളെ ബ്ലഡ് പ്രഷർ നിയന്ത്രണത്തിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. ഉറങ്ങുന്നതിന് മുൻപ് കുടിക്കണോ? എന്തിന് അല്ലേ? കുടിക്കണം. എന്തിനാണ്? നമ്മൾ ഹൃദയം അല്ലേ, നമ്മൾ ഉറങ്ങുമ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ വയറ്റിൽ? നമ്മൾ ഉറങ്ങുമ്പോൾ ഹൃദയം പ്രവർത്തിക്കുന്നില്ലേ? ഹൃദയത്തിന് ഉറക്കമുണ്ടോ? അത് കൃത്യമായിട്ട് ലബ്ഡപ്പ് 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 എന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിന് പ്രവർത്തിക്കണമെങ്കിൽ, നല്ല രീതിയിൽ ശക്തിയോടുകൂടി പ്രവർത്തിക്കണമെങ്കിൽ, ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉറങ്ങുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം അല്ലേ? അത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ഉഷാറാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വെള്ളം കുടിച്ചില്ലെങ്കിൽ വരുന്ന അസുഖം എന്താ? വെള്ളം കുടിച്ചില്ലെങ്കിൽ വരുന്ന അസുഖം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രപ്പഴുപ്പ് അല്ലേ? മൂത്രപ്പഴുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മൂത്രം ഒഴിക്കാനിരുന്നാൽ അല്ലേ, മൂത്രം ശരിക്കും പോവാതിരിക്കുക, കുറേശ്ശെ ആയിട്ട് പോവുക. എന്ന് എണീറ്റ് പോരാൻ കഴിയുമോ? ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും അല്ലേ? ഭയങ്കര വേദന തോന്നും, ഒരു വല്ലാത്തൊരു വിമ്മിഷ്ടം ആ ഭാഗം വെച്ചിട്ട്. അതിന് മൂത്രപ്പഴുപ്പിന് ഏറ്റവും വലിയ കാരണം എന്താ? വെള്ളം കുടിക്കാത്തതല്ല പ്രധാന കാരണം. എന്താണ് മൂത്രപ്പഴുപ്പിന് ഏറ്റവും വലിയ കാരണം? മൂത്രം പിടിച്ചു വെക്കുന്നതാണ് അല്ലേ? ആൻസർ ടു ദ നേച്ചേഴ്സ് കോൾ. മൂത്രമൊഴിക്കാൻ തോന്നിയാൽ, സിഗ്നൽ വന്നാൽ പോയി മൂത്രമൊഴിക്കണം. ഇത് പിടിച്ചു വെക്കുകയാണ്. പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്രപ്പഴുപ്പും മൂത്രക്കല്ലും ഒക്കെ വരും അല്ലേ? രണ്ടാമത്തെ കാരണം വെള്ളം കൂടി കുറയുന്നത് കൊണ്ട്. മൂന്നാമത്തെ കാരണം വൃത്തിയില്ലാത്തത് കൊണ്ട്. വൃത്തിയില്ലാത്ത ഇന്നർ വെയറുകൾ ധരിക്കുന്നത് കാരണവും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാം. വൃത്തി വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ശുചിത്വം, വൃത്തി ഈമാൻ്റെ പകുതിയാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ അല്ലേ? ഇന്നത്തെ കുട്ടികൾ വൃത്തിയുടെ കാര്യത്തിൽ വളരെ പിന്നോട്ടാണ്. ദിവസവും തല നനച്ച് കുളിക്കാത്ത പെൺകുട്ടികളെയും ആൺകുട്ടികളെയാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളെയാണ് ഇന്ന് കൗമാരക്കാരിൽ കൂടുതൽ കണ്ടുവരുന്നത്. നിങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല, കൂടുതൽ പേരും ദിവസവും തല നനക്കില്ല. എന്താ കാരണം? യൂട്യൂബ് വീഡിയോയിൽ ആരോ പറയുന്നുണ്ട് തല നനച്ച് കഴിഞ്ഞാൽ മുടി കൊഴിയും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണോ? ദിവസവും തല നനക്കണ്ടേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നനക്കണം അല്ലേ? തല നനച്ച് കുളിക്കുമ്പോൾ നമ്മൾ ചെവിയുടെ മുകളിൽ വെള്ളം വീഴുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇവിടെ ഒരു മർമ്മമുണ്ട് അല്ലേ? ഇവിടെ ഒരു മർമ്മമുണ്ട്, വിദുരാമർമ്മം എന്ന് പറയും. ഈ വിദുരാമർമ്മത്തിൻ്റെ മുകളിൽ വെള്ളം വീഴുമ്പോൾ നമുക്ക് വിശപ്പ് തുടങ്ങും. ശ്രദ്ധിച്ചിട്ടില്ലേ? അതുകൊണ്ടല്ലേ കുളിക്കുന്നതിന് മുൻപ് ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞത്? കുളിച്ചതിന് ശേഷമല്ലേ ഭക്ഷണം കഴിക്കേണ്ടേ? കുളത്ത് പോയി കുളിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നീന്തി കുളിക്കുമ്പോൾ നമുക്ക് എന്താ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുക? ഭയങ്കര വിശപ്പായിരിക്കും അല്ലേ? വിദുരാമർമ്മത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം തട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും നമുക്ക്. ഇപ്പം നമുക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ അല്ലേ, നല്ല വിശപ്പോട് കൂടിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വേഗം ദഹിക്കുകയും ചെയ്യും. കുളിക്കുമ്പോൾ നമുക്ക് വിശപ്പ്, HCl ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടുന്നുണ്ട്. നമ്മൾ കുളി നിർബന്ധമാക്കപ്പെട്ട സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? കുളി നിർബന്ധമാക്കപ്പെട്ട സാഹചര്യങ്ങൾ വേഗം പറയൂ. സ്നാനം നിർബന്ധമാക്കപ്പെട്ട സാഹചര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? പീരിയഡ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുളി നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? പിന്നെ ഈ സെക്ഷൽ റിലേഷൻഷിപ്പ്, സെക്ഷൽ കോണ്ടാക്റ്റ് കഴിഞ്ഞാൽ കുളി നിർബന്ധമാക്കിയിട്ടുണ്ട്. പിന്നെ
പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ, ചൈൽഡ് ബർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ലേബർ കഴിഞ്ഞാൽ കുളി നിർബന്ധമാക്കിയിട്ടുണ്ട്. അടുത്തത് വെള്ളിയാഴ്ച പള്ളി പോകുന്നതിന് മുൻപ് കുളി നിർബന്ധമല്ലേ? അല്ലേ? ഒരു സുന്നത്താണ് അല്ലേ? സുന്നത്താണ്. പിന്നെ ഈദിന് പള്ളി പോകുന്നതിന് മുൻപ് കുളി സുന്നത്തല്ലേ? ആണ്. പിന്നെ ഹജ്ജ് കർമ്മത്തിന് നിർവഹിക്കാൻ പോകുമ്പോൾ കുളിച്ചിട്ടല്ലേ പോവുക അല്ലേ? ഇഹ്റാം കെട്ടിയിട്ട് കുളിച്ചിട്ട് ഇഹ്റാം കെട്ടിയിട്ടാണ് പോവുക. അപ്പോൾ ഇങ്ങനെയുള്ള കുളിക്ക് അത്രത്തോളം പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ് ഇസ്ലാം. പക്ഷേ പലപ്പോഴും കുട്ടികൾ കുളിക്കാൻ മടിക്കുന്നുണ്ട്. ഏറ്റവും ആരോഗ്യപൂർണ്ണമായിട്ടുള്ള സംഗതിയാണ്, ശുചിത്വത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകമാണ് സ്നാനം എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ 5 നേരം വുളു എടുക്കുന്നത് പോലും എത്രത്തോളം ശുചിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് പഠിപ്പിച്ച് തരികയാണ് ശുദ്ധീകരിക്കുന്നതിലൂടെ. ഇനി ഈ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ കുളി മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? ഏറ്റവും കൂടുതൽ പ്രശ്നം വരാറ് പലപ്പോഴും വൃത്തിയില്ലായ്മ എന്ന് പറയുന്നത് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കായ്മ കൂടിയാണ്. വസ്ത്രം വൃത്തിയാവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടേ? വസ്ത്രം വൃത്തിയാവാൻ നമ്മൾ എന്ത് ചെയ്യണം? തിരുമ്പിയാൽ മാത്രം മതിയോ? അലക്കിയാൽ മാത്രം മതിയോ? ദ ബെസ്റ്റ് നാച്ചുറൽ ഡിസിൻഫെക്റ്റൻ്റ് എന്താണ്? ഏറ്റവും കൂടുതൽ അണുക്കളെ നശിപ്പിക്കാനുള്ള പ്രകൃതിയുടെ ശക്തി വെയിൽ, സൺലൈറ്റ് അല്ലേ? നമ്മളെന്തിനാ വസ്ത്രങ്ങളെ അയൽ കൊണ്ടുപോയിടുന്നത്? ബാക്ടീരിയാസ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഉണങ്ങാൻ വേണ്ടി മാത്രമല്ല, പിന്നെന്താ, അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? പലപ്പോഴും കുട്ടികൾ ഇന്നത്തെ കാലത്ത് വാഷിംഗ് മെഷീൻ്റെ ഉപയോഗം വന്നതോടു കൂടിയിട്ട് ഡ്രസ്സ് അലക്കൽ നിന്നു, ഇന്നർ വെയർ അലക്കൽ പോലും നിന്ന അവസ്ഥയാണ് അല്ലേ? എല്ലാം കൂടെ അതിനകത്തിട്ട് തിരിക്കലാണ്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ഇന്നർ വെയറൊക്കെ ശരിക്കും വൃത്തിയാക്കി നല്ല ശുചിത്വത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട വസ്ത്രങ്ങളാണ്. അത് കാരണം വരുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. ശരിക്കും ശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ പെൺകുട്ടികളിൽ 98% പെൺകുട്ടികളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ? വൈറ്റ് ഡിസ്ചാർജ്, വെള്ളപ്പോക്ക് എന്ന് പറയും. സാധാരണ ഭാഷയിൽ അസ്ഥിരുക്കം എന്ന് പറയും. അസ്ഥിരുക്കം കേട്ടിട്ടില്ലേ? അസ്ഥിരുക്കം എന്താണ്? മൂത്രമൊഴിക്കുന്ന ഭാഗത്തു കൂടെ, വജൈനെ കൂടെ വെള്ള കളറിലൊരു ദ്രാവകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആദ്യം ഒന്നും ചൊറിച്ചിലുണ്ടാവില്ല, പിന്നെ അത് കളറ് മാറി മഞ്ഞ കളറാവും. അപ്പം നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടാൻ തുടങ്ങും. പിന്നെ വീണ്ടും ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കളറ് മാറിയിട്ട് ചുവപ്പ് കളറാവും. അപ്പോഴേക്കും ചീത്ത സ്മെല്ലൊക്കെ ആ ഭാഗത്ത് നിന്ന് വരാൻ തുടങ്ങും. പിന്നെയും ശ്രദ്ധിച്ചില്ലെങ്കിൽ കറുപ്പ് കളറാവും. അതാണ് വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞത്. ഇത് ചെറിയ അസുഖമായിട്ട് കാണരുത്. ഇത് വലിയ രോഗങ്ങളിലെ ഉണ്ടാക്കാനുള്ളൊരു തുടക്കമായിട്ട് സംഭവിക്കാറുണ്ട്. അസ്ഥിയുക്കം വരാൻ കാരണം എന്താ? പ്രധാനപ്പെട്ട കാരണം വൃത്തിയില്ല എന്നുള്ളതാണ്. വൃത്തിയുള്ള ഇന്നർ വെയറുകൾ ധരിക്കുന്നില്ല. നമ്മുടെ ഇൻറ്റേർണൽ അവയവങ്ങൾ, അതായത് ഈ വജൈന പോലുള്ള അവയവങ്ങൾ വൃത്തിയോടുകൂടി സൂക്ഷിക്കുന്നില്ല അല്ലേ? ഷെയ്വ് ചെയ്യലും കാര്യങ്ങളും അതൊന്നും കൃത്യമായിട്ട് ചെയ്യുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം അസ്ഥിരുക്കത്തിന് വൃത്തി മാത്രമല്ല കേട്ടോ കാരണം, കോട്ടൺ ഇന്നർ വെയർ ധരിക്കണം, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ എപ്പോഴും കഴിക്കുന്നൊരു ഭക്ഷണമാണ് അതിന് കാരണം. ഏതാണ്? അസ്ഥിരിക്കം വരുന്ന കുട്ടികൾ എപ്പോഴും കഴിക്കുന്ന ഭക്ഷണം അച്ചാറുകൾ അല്ലേ? അച്ചാറുകൾ തൊടരുത്, കഴിക്കരുത്, കണ്ണ് കൊണ്ട് കാണരുത്. കണ്ട അസ്ഥിരുക്കം വരും അല്ലേ? അച്ചാറ് മാത്രം ഒഴിവാക്കിയാൽ മതിയോ? അപ്പോൾ എല്ലാവരും മുഖത്തും ഒരു സങ്കടം വന്നു. അച്ചാറൊക്കെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ഉപ്പിലിട്ടതും മുളക് കറികളും വിനേഗർ അടങ്ങിയ സാധനങ്ങളും ബേക്കറികളും ഒക്കെ അസ്ഥിരുക്കത്തിന് കാരണമായി മാറാറുണ്ട്. അയ്യോ, പിന്നെ എന്ത് കഴിക്കും? നല്ല ഭക്ഷണങ്ങൾ വേറെ എന്തെല്ലാം ഉണ്ട്, അതൊക്കെ കഴിക്കാം അല്ലേ? നല്ല വെള്ളം കുടിക്കാം. മൂന്നാമത്തെ കാരണം അസ്ഥിരുക്കത്തിന് വെള്ളം കൂടി കുറയുന്നതാണ്. വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രേഷൻ ശരിക്കും നടക്കില്ല. ബോഡിയുടെ ഫ്ലൂയിഡ് കണ്ടൻറ്റ് കുറയുന്നതിനനുസരിച്ച് ഹൈഡ്രേഷൻ നടക്കില്ല. ഈ വൃത്തിയുടെ ഏറ്റവും വലിയ പാഠം പഠിപ്പിച്ച് തന്നൊരു കാലഘട്ടമുണ്ട്. ഏതായിരുന്നു ആ കാലഘട്ടം?
കൊറോണ വന്നപ്പോൾ എന്തോരു വൃത്തിയായിരുന്നു എല്ലാവർക്കും അല്ലേ? ഒരു 1.5 വൃത്തിയായിരുന്നു. അതൊക്കെ എവിടെ പോയി അല്ലേ? അപ്പോൾ വൃത്തി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അപ്പോൾ എന്തൊക്കെയായി? ഭക്ഷണമായി, വ്യായാമം, വെള്ളം, വൃത്തി. ഇനി 5ാമത്തെ ഘടകം എന്താണ്? 5ാമത്തത് വിശ്രമം, ഉറക്കം അല്ലേ? ഉറക്കം. എത്ര സമയം നമ്മൾ കിടന്നുറങ്ങണം? എത്ര മണിക്കൂർ കിടന്നുറങ്ങണം? 6 to 8 hours അല്ലേ? 6 to 8 hours ഡെയിലി നമ്മൾ ഉറങ്ങണം അല്ലേ? ഈ ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ നമ്മളെ ബോഡിക്ക്? ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ടോ നമ്മുടെ ബോഡിയിൽ? എന്താ നടക്കുന്നത്? വളർച്ച നിൽക്കുന്നില്ല അല്ലേ? ഏറ്റവും കൂടുതൽ വളർച്ച സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതല്ലാതെ ഉറങ്ങുന്ന സമയത്ത് ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലേ? ഡീടോക്സിഫിക്കേഷൻ, നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത അഴുക്കുകളും വേണ്ടാത്ത കോശങ്ങളും ഒക്കെ ചിലത് നശിച്ചവിടെ കിടക്കുന്നുണ്ടാവും. അത് ശരീരത്തിന് എന്ത് ചെയ്യണം? അതിനെ ഒഴിവാക്കി കളഞ്ഞ് പുതിയ കോശങ്ങളെ ശക്തിപ്പെടുത്തണം. അതാണ് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഡീടോക്സിഫിക്കേഷൻ നടത്തുന്ന അവയവം ഏതാണ് നമ്മുടെ ശരീരത്തിൽ? പ്രധാനമായിട്ടുള്ള ഒരു അവയവം ലിവർ അല്ലേ? ലിവറാണ് ഡീടോക്സിഫിക്കേഷൻ സെൻറ്റർ. ലിവർ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സമയം രാത്രി 10:30-11 മുതൽ 3 മണി വരെയാണ്. ആ സമയത്ത് നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ഡീടോക്സിഫിക്കേഷൻ ഡെയിലി നടക്കില്ല എന്ന് മനസ്സിലാക്കാം. ഇന്നത്തെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി ആണ് അല്ലേ? വൈറ്റമിൻ ഡി നിങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടോ? നിങ്ങളെ വൈറ്റമിൻ ഡിയുടെ അളവ്, HBയുടെ അളവ് നോക്കിയിട്ടുണ്ടോ? എത്ര ഉണ്ട്? 8. വേറെ ആരാ HBയുടെ അളവ് നോക്കിയാൾ? എത്ര വേണം നമുക്ക്? എത്ര വേണം HB? 12 വേണം. 8 മതിയോ? 12 മുതൽ 14 വരെ വേണം അല്ലേ? വൈറ്റമിൻ ഡി പലപ്പോഴും വളരെ കുറവാണ് കുട്ടികൾക്ക്. എന്തുകൊണ്ട്? ഈ വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്ന ആരാ? സൂര്യനാണ് അല്ലേ? നമ്മൾ വെയിൽ ശരിക്ക് സൂര്യൻ പ്രകാശം ഏറ്റാൽ തന്നെ നമുക്ക് വൈറ്റമിൻ ഡി നന്നായിട്ട് കിട്ടും. പണ്ടുള്ള കുട്ടികൾക്കൊക്കെ വൈറ്റമിൻ ഡി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താ വൈറ്റമിൻ ഡി ഇല്ലാത്തത്? സൂര്യൻ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. സൂര്യൻ അന്നും വൈറ്റമിൻ ഡി സപ്ലൈ ചെയ്യുന്നുണ്ട്, ഇന്നും സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടാത്തത്? സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് പുതിയ നല്ല ഉത്തരം. അത് യൂസ് ചെയ്യുന്നുണ്ട്. അതിവിടെ നമ്മൾ മുഖത്ത് മാത്രമല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ, പക്ഷെ ബാക്കിയുള്ള അവയവങ്ങളിലൊക്കെ കിട്ടാലോ അല്ലേ? പിന്നെന്താ? വീട്ടിൽ തന്നെ നിങ്ങൾ പുറത്തിറങ്ങാറില്ല? അധികം വീട്ടിലിരിക്കുന്നതുകൊണ്ട് കോവിഡ് സമയത്ത് ഭയങ്കര രൂക്ഷമായിരുന്നു കേട്ടോ. കോവിഡ് സമയത്ത് അടക്കി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിരുന്നു. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിൽ നമുക്ക് എന്താ തോന്നുക? വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ മുടി നന്നായിട്ട് അങ്ങോട്ട് കൊഴിയാൻ തുടങ്ങും അല്ലേ? പിന്നെ മുഖത്ത് ചിലർക്ക് പാടുകളൊക്കെ വരാൻ തുടങ്ങും. പിന്നെ എല്ലാത്തിനും ഒരു നെഗറ്റീവ് ഫീലിംഗ്, ഭയങ്കര ഡിപ്രഷൻ, സങ്കടം തന്നെ, എപ്പോഴും ഒരു ദുഃഖം അല്ലേ? ഒരു സ്ട്രെസ്ഡ് മൈൻഡ് ആയിട്ട് വരും. അപ്പോൾ ഈ വൈറ്റമിൻ ഡി കിട്ടാത്ത എന്താ കാരണം എന്നറിയോ? നിങ്ങളെ ശരീരത്തെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. സൂര്യൻ തരുന്നുണ്ട്, പക്ഷെ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യണ്ടേ? അതിന് നിങ്ങളെ ജീവിത രീതി ശരിയല്ല, നിങ്ങളെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യില്ല, നിങ്ങളെ ഉറക്കം ശരിയല്ലെങ്കിൽ പോലും വൈറ്റമിൻ ഡി കിട്ടില്ല. ലിവറിൻ്റെ ഫങ്ഷന് കുറയും. ലിവറിൻ്റെ ഫങ്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി പോലും ആഗിരണം ചെയ്യാനുള്ള കഴിവ് നമ്മളെ ബോഡിക്ക് നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം റിലേറ്റഡാണ്, ഇതെല്ലാം വളരെയധികം റിലേറ്റഡാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് ശ്രദ്ധിക്കണം. ഭക്ഷണം, വ്യായാമം, വിശ്രമം, വെള്ളം, ശുചിത്വം, ഇത് ഓരോന്നും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.
തൈറോയിഡ് ശരിക്കും നമ്മുടെ ശരീരത്തിലുള്ളൊരു ഗ്രന്ഥിയാണ് അല്ലേ, തൈറോയിഡ് ഗ്ലാൻഡ്. ഈ തൈറോയിഡിൻ്റെ അളവ് കൂടാം കുറയാം. നോർമലി എത്രയാണ് തൈറോയിഡിൻ്റെ അളവ്? TSH എന്നാ പറയുക, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 5.5 അതിൻ്റെ നോർമൽ, അതിൻ്റെ അളവ് എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും കുട്ടികൾക്ക് അതിൻ്റെ അളവ് കൂടുതലും വരാം, കുറവും വരാം അല്ലേ. അപ്പോൾ ഈ 5.5 അധികം 5.5 കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും. ഹൈപ്പോ കൂടുമ്പോൾ ഹൈപ്പോ തൈറോയിഡിസം എന്നാ പറയാം. അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? ശരീരം ഇങ്ങനെ വണ്ണം വെച്ച് വരാൻ തുടങ്ങും അല്ലേ. കഴുത്തൊക്കെ ഭയങ്കര തടിച്ച കഴുത്തായിട്ട് ഇങ്ങനെ ലെയറായി കിടക്കുന്ന പോലെ തോന്നും. തൈറോയിഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാവിധ ഘടകങ്ങളെയും ബാധിക്കുന്നൊരു അസുഖമാണ്. ദഹന പ്രശ്നം വരും, മെൻസ്ട്രൽ പ്രശ്നം വരും, ഉറക്ക പ്രശ്നം വരും അല്ലേ, സ്ട്രെസ്സിൽ വലിയ വ്യത്യാസങ്ങൾ വരും, ബോഡിയുടെ വെയ്റ്റിൽ വലിയ വ്യത്യാസങ്ങൾ വരും, മൊത്തത്തിൽ ബാധിക്കപ്പെടും. ശരീരം വണ്ണം വെക്കുന്നതായിട്ട് തോന്നും. ഹൈപ്പോ തൈറോയിഡിസത്തിലാണ് ശരീരം വണ്ണം വെക്കുക. പിന്നെ ചിലർക്ക് വയറ് ചാടി വരിക, അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ വരിക, ഉറക്കം കിട്ടാത്ത അവസ്ഥ വരിക, മെൻസ്ട്രേഷൻ കംപ്ലീറ്റ്ലി ഇറഗുലറായിട്ട് മാറുക, പുറമേക്ക് കഴുത്ത് തടിച്ച് വരുന്നതായിട്ട് തോന്നുക, പിന്നെ ഇങ്ങനെ മൊത്തത്തിൽ ഭയങ്കര അനീമിക്കായി മാറുക, അനീമിയ വരും, രക്തവളർച്ച വരും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഹൈപ്പോ തൈറോയിഡിസത്തിൽ വരും. വേറൊരു ഘടകമുണ്ട് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്താ? തൈറോയിഡിൻ്റെ അളവ് വളരെ വലിയ രീതിയിൽ 0.1 എന്നുള്ള രൂപത്തിലേക്കൊക്കെ കുറയുക അല്ലേ. അങ്ങനെ വരുമ്പോൾ വരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഹൈപ്പർ തൈറോയിഡിസത്തിൽ മെലിച്ചിൽ വരും, ശരീരം മെലിഞ്ഞ് വരും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം അല്ലേ, കഴുത്തിലൊരു മുഴ പോലെ കണ്ടില്ലേ, ഗോയിറ്റർ അല്ലേ, ചെറിയൊരു മുഴ പോലെ വരും. ഭയങ്കര കിതപ്പ് വരും, ഒന്നും ചെയ്യാൻ കഴിയില്ല, അപ്പോഴേക്കും കിതക്കുക അല്ലെ, ഹാർട്ട് ബീറ്റ് കൂടുക. പിന്നെ കണ്ണിങ്ങനെ തള്ളി വരുന്ന പോലെ ഫീൽ ചെയ്യും. അത് കൂടിയ അവസ്ഥയിലാണ് കണ്ണിങ്ങനെ തള്ളി വരുന്നത് പോലെ നമ്മൾ ഫീൽ ചെയ്യും. പഠിക്കാനുള്ള ഉന്മേഷം കുറയും. മെമ്മറൈസ് ചെയ്യാൻ കഴിയില്ല, പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മെമ്മറൈസ് ചെയ്യാൻ പറ്റാത്ത പോലെ വരും. മെൻസ്ട്രേഷൻ ഇറഗുലറായി വരും, ഉറക്കം ഇറഗുലറായി വരും, കോൺസ്റ്റിപ്പേഷൻ വരും, ശോധനക്കമ്മി, കോൺസ്റ്റിപ്പേഷൻ വരും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ വരും. അതിൽ പ്രധാനമായിട്ട് ടാക്കിക്കാർഡിയ, ഭയങ്കര ഹൃദയമിടിപ്പ് കൂടുക. ടാക്കിക്കാർഡിയ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലധികം ഇടിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര കിതപ്പ് പോലെ ഫീൽ ചെയ്യുക. മെലിച്ചിലും വരും, ഗോയിറ്ററും വരും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ. രണ്ടും പ്രശ്നമാണ്, രണ്ടും മരുന്ന് കഴിക്കണം, മരുന്ന് കഴിച്ച് മാറ്റണം. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതെന്താ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ. വരാതെ നോക്കുക എന്നുള്ളതാണ്. ലൈഫ് സ്റ്റൈൽ, തൈറോയിഡൊക്കെ കുറേയൊക്കെ ഹെറിഡിറ്ററിയാണ്, പാരമ്പര്യമായിട്ട് കിട്ടും അല്ലേ. PCODയും ഹെറിഡിറ്ററിയാണ്, ചില ഡിസീസുകളൊക്കെ ഹെറിഡിറ്ററിയാണ്. പക്ഷേ എന്ത് ചെയ്യാം, നല്ല രീതിയിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്ക് അതിനെ തടുക്കാനായിട്ട് കുറേയൊക്കെ കഴിയും എന്ന് മനസ്സിലാക്കുക കേട്ടോ. സാധാരണ നമ്മൾ ഉറക്കം നിഷേധിക്കപ്പെട്ട സമയങ്ങളുണ്ട് ഇസ്ലാമിൽ അല്ലേ. ഏതൊക്കെയാണ് ഉറക്കം നിഷേധിക്കപ്പെട്ട സമയങ്ങൾ? മഗ്രിബ് ഇശയുടെ ഇടയിൽ ഉറങ്ങാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ സുബൈക്ക് ശേഷം, അസർക്ക് ശേഷം ഉറങ്ങാൻ പാടില്ല അല്ലേ. ഉദയം വരെ കിടന്നുറങ്ങരുത്. ഇങ്ങനെ കുറേ സമയങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും എന്താണെന്നറിയോ? ഇതെല്ലാം സയൻറ്റിഫിക്കലി കൂടി പ്രൂവൺ ആയിട്ടുള്ളതാണ്. ഇസ്ലാമിൽ വർഷങ്ങൾക്ക് മുൻപ് പഠിച്ച സംഗതികൾ ആണ് ഇപ്പോൾ ശാസ്ത്രം അത് ശരിയാണ് എന്ന് അടിവരയിട്ട് പറയുന്നത്. നമ്മുടെ ഇസ്ലാമികമായിട്ടുള്ള ചിട്ടകളെല്ലാം അത്രയും സയൻറ്റിഫിക്കാണ്. ഇപ്പം നമ്മൾ ഈ സുബഹി നമസ്കാരത്തിന് ശേഷം, സുബഹി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ സുബഹിക്ക് മുൻപ് നീക്കാം എന്ന് പറയുന്നുണ്ട് അല്ലേ. തെഹജ്ജുദിൻ്റെ ഒരു സമയം എപ്പോഴാണ് പറയുന്നത്? തെഹജ്ജുദിൻ്റെ സമയം സുബഹിക്ക് മുൻപ് ഒരു 4 മണി മുതൽ അല്ലേ. ഈ 4 മണിക്ക് വരെ
ഏറ്റവും വലിയ പ്രാധാന്യമാണ് ഇപ്പോൾ ശാസ്ത്രം പറയുന്നത്. എന്താ 4 മണീൻ്റെ പ്രത്യേകത? ശാസ്ത്രീയമായിട്ട് പറയും, നമ്മളിത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ പഠിച്ചതുമാണ്, ആചരിക്കുന്നതുമാണ് അല്ലേ. തഹജ്ജുദിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഈ 4 മണി സമയത്ത് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവയവം ഹാർട്ടാണ്. ഹാർട്ട് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് പമ്പ് ചെയ്യുന്നതും ഹാർട്ടിൻ്റെ ഹെൽത്ത് ഏറ്റവും വലിയ രീതിയിൽ എത്തുന്നതുമായിട്ടുള്ള സമയമാണ് 4 മണി മുതൽ 5 മണി വരെയുള്ള സമയം. ആ സമയത്ത് മെഡിറ്റേറ്റ് ചെയ്യുക എന്നാണ് അവർ പറയുന്നത്. നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെയൊക്കെ നമുക്ക് തടുത്ത് നമുക്ക് നല്ലൊരു മാനസിക ഉന്മേഷം, ഊർജം കൈവരിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതന്നെയല്ലേ തഹജ്ജുദ് അല്ലേ? ഏറ്റവും ഹൃദയം വിശാലമാക്കിക്കൊണ്ട് സൃഷ്ടാവ് ഏറ്റവും അടുത്ത് വന്ന് നമ്മൾ നേരിട്ട് സൃഷ്ടാവിനോട് ആവശ്യപ്പെട്ട് അല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു സമയമല്ലേ തഹജ്ജുദിൻ്റെ സമയം 4 to 5 എന്ന് പറയുന്നത്. ആ സമയം ഹൃദയത്തിന് ഏറ്റവും വിശാലമാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏറ്റവും ഹൃദയം ശക്തിപ്പെടുന്നതുമായിട്ടുള്ള സമയമാണ്. പിന്നെ സുബഹി നമസ്കാര ശേഷം പലപ്പോഴും ചിലർ ഈ സ്നാപ്പ് എടുക്കുക എന്ന് പറയും അല്ലേ. നിങ്ങളുടെ ഭാഷയിൽ സ്നാപ്പ് എടുക്കുക എന്ന് പറയാം, ഒരു സ്മോൾ സ്നാപ്പ് എന്ന് പറയും. സ്നാപ്പ് എടുക്കാൻ പറയുന്ന സമയം ഏതാ? സ്നാപ്പ് എടുക്കാൻ പറ്റുമല്ലോ അല്ലേ. സ്നാപ്പ് എടുക്കാൻ പറ്റുന്ന സമയമായിട്ട് പറയുന്ന സമയം ഏതാ? രാവിലെ ഒരു 10-ൻ്റെയും 11-ൻ്റെയും ഉള്ളിലാണ് പറയുന്നത്. അല്ലാതെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സ്നാപ്പ് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ സ്നാപ്പ് എടുക്കൽ സ്നാപ്പല്ല, നിങ്ങൾ സ്ലീപ്പാണ് അല്ലേ. സ്നാപ്പ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ഒരു റെസ്റ്റ് കണ്ണിനും ശരീരത്തിനും കൊടുക്കുക എന്നല്ല. പക്ഷേ ഇവിടെ സ്നാപ്പല്ല, സ്ലീപ്പാണ്. ഫുൾ ടൈം കിടന്നുറങ്ങുക. നമ്മൾ ഈ ഉറക്കം ഞാൻ പറഞ്ഞു 8 മണിക്കൂർ മാക്സിമം. 8 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയാൽ എന്താ സംഭവിക്കണേ? 8 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയാൽ ഭയങ്കര മടി വരും, ഭയങ്കര മടി വരും. പിന്നെ നീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രസൻസ് ഓഫ് മൈൻഡും ആ ബ്രെയിൻ പ്രവർത്തനം ഒന്നും ശരിക്കും നടക്കൂല അല്ലേ. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ വലിയ രീതിയിൽ ഇടി വരുന്നൊരു സംഗതിയാണ് കൂടുതൽ ഉറക്കം. കൂടുതൽ ഉറക്കം പ്രശ്നമാണ്. ഉറക്കക്കൂടുതൽ നല്ലതായിട്ട് ഒരിക്കലും പറഞ്ഞില്ല. ഉറക്കക്കൂടുതൽ ഉറക്കക്കുറവിനെക്കാട്ടും പ്രശ്നമാണ്. രണ്ടും പ്രശ്നമാണ്. അപ്പോൾ 6 hours മിനിമം, 8 hours മാക്സിമം. പകലുറക്കം നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. പകൽ മീൻസ് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ പകലായി. പകലുറക്കം നല്ലതല്ല. പകലുറക്കം ആർക്ക് മാത്രം ആവാം? എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എത്ര സമയം നമ്മൾ രാത്രിയിൽ ഉറക്കൊഴിച്ചോ അതിൻ്റെ പകുതി സമയം വേണമെങ്കിൽ നമുക്ക് പകലുറങ്ങാം, ഒരു ചെറിയ റെസ്റ്റ് എന്ന രൂപത്തിൽ. അതിലപ്പുറം നമുക്ക് പകലുറക്കം പറയുന്നില്ല. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ. സപ്ലിമെൻറ്റ്സ്, കാൽഷ്യം സപ്ലിമെൻറ്റ്, അയേൺ സപ്ലിമെൻറ്റ്. ഇന്ന് സ്കൂളുകളിലൊക്കെ ഒരുപാട് സപ്ലിമെൻറ്റ്സ് ഒക്കെ തരുന്നുണ്ട് അല്ലേ. കൃമി ഇളക്കാനുള്ള ഗുളിക തരാറില്ലേ, ഡീവേം ചെയ്യാനുള്ളൊരു ടാബ്ലറ്റ്, അതുപോലെ പിന്നെ റുബല്ല വാക്സിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായൊരു ഭക്ഷണ രീതി കൈക്കൊള്ളുന്ന ഒരാൾക്ക് ഈ സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും നമുക്ക് ശരിയായ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ചെല്ലുന്നില്ല. അപ്പോൾ ആ ഒരു ഇപ്പോൾ അയേൺ നമ്മൾ നോക്കിയപ്പോൾ അയേൺ ഡെഫിഷ്യൻസി ഉണ്ട്, രക്തക്കുറവുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കാൽഷ്യം നോക്കിയപ്പോൾ കാൽഷ്യം കമ്മിയുണ്ട്, വൈറ്റമിൻ ഡി കമ്മിയുണ്ട്. അങ്ങനെ കമ്മി വരുമ്പോൾ നമ്മുടെ ബോഡി, ഞാൻ പറഞ്ഞല്ലോ ബോഡിയിൽ പണ്ടത്തെ പോലെ ഇപ്പോൾ വൈറ്റമിൻ ഡി അടക്കമുള്ള സംഗതികൾ ചിലപ്പോൾ അത് ആഗിരണം ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ ബോഡിക്ക് കഴിയുന്നില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു പ്രശ്നമാണത്. അതിൽ ആദ്യം ചെയ്യേണ്ടത് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തിട്ടും ആഗിരണം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ നല്ല ഉറക്കവും ഭക്ഷണമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം നമ്മൾ നല്ല ഭക്ഷണവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഈ ഡെഫിഷ്യൻസികൾ വരില്ല. എന്നിട്ടും വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ഇത് സ്കൂളിലൊക്കെ ഒന്നും നോക്കാതെ അങ്ങനെ സപ്ലിമെൻറ്റ്സ് കൊടുക്കുകയാണ്. അതിനോട് എനിക്ക് അത്ര ഒരു ഇത് തോന്നുന്നില്ല. ആവശ്യമുള്ളവർക്കല്ലേ മരുന്നുകൾ, ഔഷധം ആഹാരമാക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക? ആഹാരം ഔഷധം പോലെ കഴിക്കേണ്ടി വരും. അപ്പം നമ്മൾ രണ്ടും, ആഹാരവും ഔഷധവും രണ്ടാണ്.
ആഹാരം കഴിക്കേണ്ട പോലെ കഴിച്ചാൽ നമുക്ക് ഔഷധം വലിയ രീതിയിൽ വേണ്ടി വരില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ സപ്ലിമെൻറ്റ്സ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിഫക്റ്റ് കൊണ്ടാണ് പലപ്പോഴും വേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രസവ സംബന്ധമായിട്ട് പല അസുഖങ്ങളും വരാറുണ്ട് അല്ലേ? പ്രസവ സംബന്ധമായിട്ട് ചിലർക്ക് പ്രമേഹം വരും അല്ലേ? പ്രമേഹമുള്ള ആളാവില്ല, പക്ഷേ പിന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ ലാസ്റ്റ് മാസങ്ങളിൽ നോക്കുമ്പോൾ പ്രമേഹം ഉണ്ടായിരിക്കും. അത് പലപ്പോഴും പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയാവും ചെയ്യും. ചിലർക്ക് പ്രസവ സമയത്ത് വെരിക്കോസിറ്റി വരും അല്ലേ? കാലുകളിൽ ഞരമ്പ് പൊന്തുന്ന പ്രശ്നം കണ്ടില്ലേ? വെരിക്കോസസ് വരും. ചിലർക്ക് ബ്ലഡ് പ്രഷർ വരും. ചിലർക്ക് തൈറോയിഡ് വരും. ഇതൊക്കെ ഈ ഗർഭസമയത്ത് ഉണ്ടാവുന്ന അസുഖങ്ങൾ പലപ്പോഴും ഭാവിയിലേക്കുള്ള സൂചനയാണ്. മനസ്സിലായോ? ഗർഭസമയത്ത് നമുക്ക് തൈറോയിഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഭാവിയിൽ നമുക്കത് വി ആർ പ്രോൺ ടു തൈറോയിഡ്, നമുക്ക് തൈറോയിഡ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ശരീരം കാണിച്ചു തരികയാണ്. ഗർഭസമയത്ത് പ്രമേഹം ഉണ്ടെങ്കിൽ അവർക്ക് ഭാവിയിൽ പ്രമേഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്താക്കണം? നമ്മുടെ ഗർഭസമയത്ത് വരുന്ന ലേബർ സമയത്ത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രഗ്നൻസി പീരിയഡിൽ സമയത്ത് സംഭവിക്കുന്ന അസുഖങ്ങളെല്ലാം പ്രഗ്നൻസി കഴിയുന്നതോടുകൂടി മാറാറുണ്ട്, തൈറോയിഡ് ആയാലും പ്രമേഹം. പക്ഷേ എന്ത് ചെയ്യണം? പിന്നീട് അവർ അത് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ളൊരു ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യണം. ഗർഭസമയത്ത് പ്രമേഹം ഉണ്ടായി, ആ സമയത്ത് ഞാൻ മധുരം ഫുള്ള് കുറച്ചു, ഗർഭം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പ്രമേയം മാറി. അതിൻ്റെ അർത്ഥം ഞാൻ ഇനി പ്രമേയം ഒരിക്കലും വരില്ല എന്നല്ല. ഐ ആം പ്രോൺ ടു ഡയബറ്റിസ്. അപ്പം ഞാൻ ഭാവിയിൽ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ രീതിയിൽ എൻ്റെ ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യണം. അതിൻ്റെ ഒരു സൂചനയാണത്. വളരെ നല്ല ക്വസ്റ്റ്യനാണ്. അതായത് മെൻസ്ട്രൽ കപ്പിൻ്റെ യൂസേജ്, ആവശ്യം, അതിൻ്റെ ഏജ്, അതിൻ്റെ മെയിൻ്റനൻസ്, അത് പിന്നെ നല്ലതാണോ എന്നുള്ളതാണ് ചോദ്യമായിട്ട് വന്നത്. പലപ്പോഴും ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും വലിയൊരു സംശയമാണ് മെൻസ്ട്രൽ കപ്പ്. നമ്മൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതിന് മുൻപ് പല കാലഘട്ടത്തിലും പല സംഗതികളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് മെൻസ്ട്രേഷന് ഭാഗമായിട്ട്. പണ്ട് കാലങ്ങളിൽ ക്ലോത്തുകളായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് വന്ന കാലങ്ങളിൽ സാനിറ്ററി പാഡുകളായി അല്ലേ? സാനിറ്ററി പാഡുകളായി. ഇപ്പോൾ ഉള്ള സാഹചര്യമാണ് മെൻസ്ട്രൽ കപ്പുകളുടെ യൂസേജ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോന്നിനും മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. ക്ലോത്തുകളുടെ പ്രശ്നം എന്താ? ക്ലോത്തുകൾ കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ലോയിൻ ഇൻഫെക്ഷൻ, കാൽ ഇടുക്കുകളിൽ ചെറിയ രീതിയിൽ ഇൻഫെക്ഷൻസും ചൊറിച്ചിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് അത് ഡിസ്പോസ് ചെയ്യാനും മാറ്റാനും ഒക്കെ പണ്ടുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ വീടിൻ്റെ അകത്തായിരുന്നു അല്ലേ? പക്ഷേ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ ജോലിക്ക് പോകുന്നു, പെൺകുട്ടികളാണെങ്കിൽ പഠിക്കാൻ പോകുന്നു, അവർ കോളേജിലായിരിക്കും, സ്കൂളിലായിരിക്കും. അപ്പോൾ ഇത് മാറ്റലും കഴുകലും ഉണക്കലും ഒരുക്കലും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് സാനിറ്ററി പാഡുകളുടെ ഒരു സമയം വന്നത്. സാനിറ്ററി പാഡുകൾ കുറച്ചും കൂടി എളുപ്പമാണ് യൂസ് ചെയ്യാൻ അല്ലേ? പക്ഷെ കുറച്ചും കൂടി ഹെൽത്ത് വൈസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനമാണ് ഏത്? സാനിറ്ററി പാഡുകൾ. എന്താണ് പ്രശ്നം? അത് സമയം കൂടുതൽ, അതായത് മാക്സിമം 5 hours ആണ് പറയുന്നത്. ഒരു പാഡ് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം 5 hours നമ്മൾ വെക്കാൻ പാടുള്ളൂ ഒരേ പാഡ്. 5 മണിക്കൂറിലധികം വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ സീരിയസ് ഹെൽത്ത് ഇഷ്യൂസാണ് ഉണ്ടാക്കുന്നത്. കാരണം പാഡുകൾ നിങ്ങൾക്കറിയാം വൈറ്റ് കളറായിരിക്കും, അതിലൊരുപാട് കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്, കെമിക്കൽ കോമ്പനൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വജൈന എന്ന് പറയുന്ന ഏറ്റവും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ് വജൈന. അതുമായിട്ട് ചിലപ്പം റിയാക്ഷൻസ് വരാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാം. അതുകൊണ്ടാണ് പാഡുകൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ 5 hours നിർബന്ധമായിട്ട് 5 hours ആകുമ്പോഴേക്കും മാറ്റിയിരിക്കണം. അവിടെ ബ്ലഡ് ആയോ ഇല്ലയോ, നിങ്ങൾ തമാശയ്ക്ക് വെച്ചതാണോ, വെച്ചോ നിങ്ങൾ മാറ്റിയിരിക്കണം. അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി മൂന്നാമത് വന്നൊരു കണ്ടീഷനാണ് മെൻസ്ട്രൽ കപ്പ്. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തവർക്കറിയാം ഇത്രയും എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഇത്രയും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വേറൊരു മെഷറില്ല. അത്രയും സിമ്പിൾ യൂസേജാണ്, അത്രയും കംഫർട്ടബിളാണ്, ഈസിയാണ്. കുറച്ചും കൂടെ ഒരുപാട് പ്രശ്നങ്ങൾ മെൻസ്ട്രൽ കപ്പ് കാരണം ഇല്ലാതായിട്ടുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറുവേദന. സ്വാഭാവികമായിട്ട് നമുക്ക് മെൻസ്ട്രേഷൻ സമയത്ത് വയറുവേദനയും ബുദ്ധിമുട്ടുകളും കൂടുതലായിരിക്കും.
ആ വേദനയ്ക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും അളവിൽ കുറവ് വരുത്താൻ മെൻസ്ട്രൽ കപ്പുകൾക്ക് സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തത്, മെൻസ്ട്രേഷനിലാണ് എന്നുള്ളൊരു തോന്നൽ തന്നെ ചിലപ്പോൾ നമുക്കൊരു പ്രശ്നമാണ് അല്ലേ. നമ്മൾ എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും നമ്മൾ പീരിയഡ്സിലാണെന്ന് നമുക്കറിയാൻ കഴിയും. ഡ്രസ്സ് ഇങ്ങനെ നനഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പാഡുകളായാലും ക്ലോത്ത് ആയാലും ഒക്കെ. പക്ഷെ ആ ഒരു ഫീലിംഗ് ആരില്ലാതാക്കി? മെൻസ്ട്രൽ കപ്പ് ഇല്ലാതാക്കി. നമുക്കൊരിക്കലും ആ ഒരു ഫീലിംഗ് അത് തരില്ല. മൂന്നാമത്തത്, അത് ഡ്രസ്സിൽ ആക്കില്ല എന്നാണ്. ലീക്കിംഗ് പ്രശ്നങ്ങൾ മെൻസ്ട്രൽ കപ്പിനില്ല. ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര ഒരു അൺകംഫർട്ടബിൾനെസ്സാണ്. ഡ്രസ്സിലാവുന്നുണ്ടോ അല്ലേ, ചെറിയ രീതിയിലെങ്കിലും നമുക്കൊരു ഭയങ്കര പ്രയാസം തോന്നുന്നൊരു സംഗതിയാണ്. ആ സംഗതിക്കൊരു വലിയ പരിഹാരമാണ് മെൻസ്ട്രൽ കപ്പ് എന്നുള്ളത്. പിന്നെ ഇത് ഈസിയാണ് കുറച്ചും കൂടെ കൊണ്ട് നടക്കാൻ. നമുക്ക് പാഡ് കൊണ്ട് നടക്കുന്ന പോലെ ബാത്റൂമിലേക്ക് കൊണ്ടുപോവുക, എന്നിട്ട് മാറ്റുക, എന്നിട്ട് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും മെൻസ്ട്രൽ കപ്പിനില്ല. അതന്നെ റീയൂസബിളാണ്. നമ്മളത് കഴുകിയിട്ട് അതന്നെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ചും കൂടെ എന്താ പറയുക, ഇക്കണോമിക്കലി കുറവാണ്, വില കുറവാണ്. മെൻസ്ട്രൽ കപ്പ് പാഡ് വാങ്ങിക്കുന്ന പോലെ ഇങ്ങനെ മാസം മാസം കുറേ പാഡൊന്നും വാങ്ങിക്കേണ്ട. നമുക്ക് ഒറ്റ സാധനം തന്നെ കുറേ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ്. ക്ലീനാക്കി കൊണ്ടെടുക്കണം എന്ന് മാത്രം. ഇനി ഇത്രയ്ക്ക് മെറിറ്റ്സ് ഉണ്ടെങ്കിലും ചില പ്രശ്നങ്ങൾ മെൻസ്ട്രൽ കപ്പിനും ഉണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്താണ്? ബാക്കിയുള്ള പാഡും ക്ലോത്തും ഒന്ന് യൂസ് ചെയ്യുന്ന പോലെ പുറത്തല്ല നമ്മൾ വെക്കുന്നു എന്നുള്ളതാണ്. ഇൻസൈഡ് ദ വെജൈന, വെജൈനയുടെ ഉള്ളിലേക്കാണ് നമ്മൾ മെൻസ്ട്രൽ കപ്പ് വെക്കുന്നത്, പുറത്തല്ല. അപ്പം ഒന്നാമത് അത് യൂസ് ചെയ്യാൻ ശരിക്ക് അറിയണം എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെ സൈസിനനുസരിച്ച് അത് വ്യത്യാസം ഉണ്ടാവും. പിന്നെ മാത്രമല്ല, പ്രസവശേഷം ഉപയോഗിക്കുന്ന ആൾ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞൊരു സ്ത്രീ ബട്ട് ബിഫോർ ഡെലിവറി, ബിഫോർ പ്രഗ്നൻസി ഉള്ള ഒരാൾക്ക് ഒരു സൈസ്, അതുപോലെ തന്നെ കല്യാണം കഴിയാത്ത കുട്ടിക്ക് ഒരു സൈസ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സൈസുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നം ഇതിനേക്കാൾ അധികം ഇത് യൂസ് ചെയ്യാൻ അറിയുക എന്നുള്ളതാണ്. അത് കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുടെയും കല്യാണം കഴിയാത്തൊരു കുട്ടിയുടെയും അല്ലെങ്കിൽ ലേബർ കഴിഞ്ഞൊരു കുട്ടിയുടെയും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. സൈസ് ഓഫ് ദ വെജൈന വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യൂസേജ് അത്ര എളുപ്പമായിരിക്കില്ല, കൗമാര കുട്ടികൾക്ക് അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഇത് വെക്കാൻ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്യും. അതിലൊക്കെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഉണ്ട്, എങ്ങനെയാണ് ഇതിങ്ങനെ മടക്കിയിട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എടുക്കാൻ പലപ്പോഴും കുട്ടിയൊക്കെ അറിയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മെൻസ്ട്രൽ കപ്പ് എന്തുപോലെ ഇരിക്കുക? ഒരു ചെറിയ കപ്പിനൊരു ലിഡ് ഉണ്ടാവും അല്ലേ, ഒരു ലിഡ് ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും കുട്ടികൾ ഇത് കാരണം കുറച്ച് പ്രശ്നങ്ങൾ വരാറുണ്ട്. അതായത് വെക്കാൻ അങ്ങോട്ട് വെക്കും, മടക്കിയിട്ടൊക്കെ വെക്കും, ഇത് കുറച്ചൊന്നും അങ്ങോട്ട് കയറിപ്പോവും. കയറിപ്പോയിട്ട് ഇത് ഓപ്പൺ ചെയ്യും. ഈ കപ്പ് മടക്കി വെച്ച കപ്പ് ഓപ്പൺ ആയിട്ട് അത് എവിടെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നറിയാം? യൂട്രസിൻ്റെ സെർവിക്സിലാണ് ഫിക്സ് ചെയ്യുന്നത്. യൂട്രസിൻ്റെ അറ്റത്ത് ദ്വാരത്തിലാണ് അത് ചെന്ന് ഫിക്സ് ആവുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ബ്ലഡ് വരുന്നത് അറിയാത്തത്. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ അതൊരു വാക്യൂം പ്രഷറിലാണ് നിൽക്കുന്നത്. വളരെ ശ്രദ്ധിക്കുക, വാക്യൂം പ്രഷറിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുമ്പോൾ ആ ലിഡിൽ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് വലിക്കുന്നത്? ലിഡിൽ പിടിച്ച് വലിക്കുകയാണെങ്കിൽ നമ്മൾ ആരെയാണ് വലിക്കുന്നത്? യൂട്രസിനെയാണ് വലിക്കുന്നത്. അപ്പോൾ ലിഡിൽ പിടിച്ച് വലിക്കാൻ പാടുണ്ടോ? വലിക്കാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഫിംഗർ വെച്ച് ആ കപ്പിൻ്റെ സൈഡ് സെർവിക്സിൽ നിന്ന് റിമൂവ് ചെയ്യണം, എന്നിട്ടേ അത് എടുക്കാൻ പാടുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് നിങ്ങൾ പഠിക്കുന്നു അന്ന് നിങ്ങൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് തുടങ്ങുക. ഓക്കെ. അപ്പോൾ അത് ഒരു പ്രശ്നം ഉണ്ടായി. ഒരു ഉമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മകള് ഭയങ്കര കരച്ചിൽ, രാവിലെ മുതൽ കരയാണ്, എന്താണെന്ന് അറിയില്ല ഡോക്ടറെ, നിങ്ങളൊന്ന് സംസാരിക്കുക. എന്നിട്ട് വളരെയധികം നല്ലൊരു പിന്നെ ക്ലിനിക്കിൽ സ്ഥിരമായിട്ട് വരുന്നൊരു കുട്ടിയും ഉമ്മയാണ്. അപ്പോൾ കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടിയാണ്, +2 പഠിക്കുന്ന കുട്ടിയാണ്. ഭയങ്കര കരച്ചിൽ. അപ്പോൾ വീട്ടുകാർക്ക് അറിയില്ല അവൾ എന്തിനാണ് കരയുന്നത്, ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ എന്താ സംഭവം എന്നറിയോ? വീട്ടുകാർ അറിയാതെ മെൻസ്ട്രൽ കപ്പ് വാങ്ങി അവൾ വെച്ചതാണ്. ഫ്രണ്ട്സ് പറഞ്ഞതിന് അനുസരിച്ച് അവൾ വെച്ചതാണ്. വെക്കാൻ അവൾ യൂട്യൂബിലൊക്കെ നോക്കി വെച്ചു, പിന്നെ എടുക്കാനറിയില്ല.
ആകെ പ്രശ്നം. ഇത് വെച്ചോടത്തുണ്ടാവില്ല, കുറച്ച് നാട് കയറിപ്പോവും അല്ലേ. അപ്പോൾ അവൾ ആകെ ടെൻസ്ഡായി പോയി. വീട്ടുകാരോട് പറയാൻ കഴിയില്ല, അവരറിയില്ല. അപ്പം ഇവള് പിന്നെ വേറൊരാൾ വന്ന് എടുത്തു തരുമോ? എടുക്കാൻ പഠിച്ചിട്ട് നിങ്ങൾ വെക്കാൻ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു സോഴ്സ് ഇല്ല, മറ്റൊരു മാർഗ്ഗമില്ല. പക്ഷേ യൂസ് ചെയ്യാൻ ശരിക്കും പഠിച്ചിരിക്കണം. അത് പലപ്പോഴും കൗമാര പെൺകുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാവുന്നത് കൊണ്ടാണ് പലരും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടെ മെച്യൂരിറ്റിയൊക്കെ വന്നിട്ട് ആവാം എന്ന് പറയുന്നത്. പക്ഷേ നല്ലോണം കൃത്യമായിട്ട് പഠിച്ച് യൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഈ പ്രായത്തിൽ നമ്മളറിയാതെ അങ്ങനെ യൂറിനേറ്റ് ചെയ്യൂല അല്ലേ. യൂറിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ മൂത്രം പോവില്ല, നമ്മൾ അറിഞ്ഞിട്ട് തന്നെ മൂത്രം പോവുള്ളൂ. പിന്നെ ചിലപ്പോൾ നിങ്ങൾ മൂത്രവും വെജൈനൽ ഫ്ലൂയിഡും ആയിട്ട് നിങ്ങൾക്ക് സംശയം വരുന്നുണ്ടോയെന്നറിയില്ല. ആ വജൈനയുടെ അവിടെ നിന്ന് ചെറിയ സെക്രീഷൻ പോലെ വരും. അത് അളവിൽ യോനി ഭാഗത്ത്, മൂത്രമൊഴിക്കുന്ന ഭാഗത്തല്ല, മെൻസ്ട്രേഷൻ വരുന്ന ഭാഗത്ത് ചിലപ്പോൾ ഒരു ചെറിയ നനവ് പോലെ വരും. അത് സ്വാഭാവികമാണ്. പക്ഷെ അത് നനവ് കൂടിക്കഴിയുമ്പോഴാണ് അത് അസ്ഥിരുക്കായി മാറുന്നത്. അല്ലാതെ മൂത്രം നമ്മൾ അറിയാതെ ഒരിക്കലും പോവില്ല അല്ലേ. നമ്മൾ മൂത്രം ഒഴിക്കാനോ ഇവിടെയൊക്കെ ആരാണ്, നമ്മൾ വയറുവേദനക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും തലയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? എന്തിനാണ് വയറുവേദന, ഗർഭപാത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേദനയ്ക്ക് എന്തിനാണ് തലയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്? ധാരയൊക്കെ കൊടുക്കും. എന്തിനാണ്? എല്ലാം നിയന്ത്രിക്കുന്നൊരു അവയവമാണ് ആര്? ബ്രെയിൻ അല്ലേ. ഇപ്പം നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ? ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ കേൾക്കുന്നില്ലേ? അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് നടക്കുന്നുണ്ട്? നമ്മുടെ ചെവിയുടെ അകത്ത് മാത്രമല്ല അതിൻ്റെ പ്രവർത്തനം വരുന്നത്, ബുദ്ധി അല്ലേ, നമ്മുടെ ബ്രെയിൻ എത്രത്തോളം അത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന ശബ്ദം അതിങ്ങനെ ഇമ്പൾസായിട്ട് നിങ്ങളുടെ ചെവിയുടെ ഉള്ളിൽ, ഔട്ടർ ഇയറിൻ്റെ ഉള്ളിലൂടെ മിഡിൽ ഇയർക്ക് കിടക്കുന്നു. അവിടെ 3 തരത്തിലുള്ള എല്ലുകളുണ്ട്. നിങ്ങളൊക്കെ പഠിക്കുന്നില്ലേ? സ്റ്റേപ്പിസ് എന്ന് പറയുന്ന വളരെ ചെറിയ എല്ലുണ്ട് അല്ലേ. അത് ഇന്നർ ഇയറിലേക്ക് കടക്കുന്നു, ടിംബാനത്തിൽ ചെന്ന് ഇടിക്കുന്നു. ടിംബാനത്തിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവുന്നു, ഇമ്പൾസ് ഉണ്ടാവുന്നു. ഈ ഇമ്പൾസ് എന്ത് ചെയ്യുന്നു? കോക്ലിയയിൽ അല്ലേ, കോക്ലിയയിൽ ചെറിയ വ്യത്യാസങ്ങൾ, ഒരു വൈബ്രേഷൻ ഉണ്ടാക്കുന്നു. ആ വൈബ്രേഷൻ ഇമ്പൾസായിട്ട് ബ്രെയിനിൽ ചെല്ലുന്നു. ബ്രെയിൻ അത് റെക്കഗ്നൈസ് ചെയ്യുന്നു. ആ ബ്രെയിന് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കുന്നു. എന്നാലോചിച്ച് നോക്കിയേ, മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്, സൃഷ്ടിപ്പിൻ്റെ അത്ഭുതമാണത്. അൽഹംദുലില്ലാ അല്ലേ, അൽഹംദുലില്ലാ. നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് എത്രത്തോളം സൃഷ്ടാവ് കഴിവുള്ളവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നടക്കുന്നത്. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടാ? എന്നെ നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ഒപ്റ്റിക് നെർവിൽ മാത്രമല്ല കാണുന്നത്, ആ ഒപ്റ്റിക് നെർവ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത ഇമ്പൾസ് ബ്രെയിൻ അല്ലേ. മൂത്രമൊഴിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നു, അപ്പോഴേക്കും അവിടെ താഴെ വരുന്ന യൂറിനറി ബ്ലാഡറുമായിട്ട് വരുന്ന നെർവുകൾ അങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്യാണ്, ബ്രെയിനിനെ കോണ്ടാക്ട് ചെയ്യാണ്. ഇവനക്ക് മൂത്രമൊഴിക്കാനുള്ള ഫീലിംഗ് ഉണ്ടാക്കൂ അല്ലേ. അപ്പോഴേക്കും നമ്മൾക്ക് മൂത്രമൊഴിക്കാനുള്ള ഒരു നേച്ചർ കോള് വരികയാണ്, നമ്മൾ മൂത്രമൊഴിക്കാൻ പോകുന്നു. അൽഹംദുലില്ലാ. ഇതൊക്കെ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ശരിക്കും ഒരു ഭയങ്കരമായൊരു ശക്തിക്കല്ലാതെ അല്ലേ. ഇത്രയൊക്കെ തെളിവുകൾ തന്നിട്ടും മനസ്സിലാവാത്ത മനുഷ്യനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അല്ലേ. ഇതൊക്കെ ഒരു മനുഷ്യന് സാധിക്കും ഉണ്ടാക്കാൻ? ഒരിക്കലും ഇല്ല അല്ലേ. അതാണ് നമ്മൾ പടച്ചവനെ സ്തുതിച്ചാലും മതിയാവില്ല എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഒറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. പലപ്പോഴും നമ്മൾ ശാരീരിക ആരോഗ്യം മാത്രം പഠിച്ചാൽ പോരാ. ഇന്നത്തെ കുട്ടികൾ മാനസിക ആരോഗ്യ വിഷയത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പണ്ടുള്ള ജനറേഷനിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് അറിവ് കൂടുതലായി, വിദ്യാഭ്യാസം കൂടുതലായി, എന്നാൽ വിവേകം കുറഞ്ഞു പോകുന്നൊരവസ്ഥ കണ്ടുവരുന്നുണ്ട്. വീടുകളിൽ ഭയങ്കരമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുക, ഹൗസ് വയലൻസസ് അല്ലേ, പലതരത്തിലുള്ള ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡ്രഗും ആൽക്കഹോളും മാത്രമാണോ അഡിക്ഷൻസ്? നിങ്ങൾ ഇന്നത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ അഡിക്റ്റഡ് ആണ്. എന്തിലാണ് അഡിക്ഷൻ? സോഷ്യൽ മീഡിയ അല്ലേ. സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ അഡിക്ഷനാണ് ഇന്നത്തെ കുട്ടികൾക്ക് വന്നിട്ടുള്ളത്.
നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും റിയാലിറ്റിക്ക് വരുമ്പോൾ ഇന്നത്തെ കുട്ടികൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇവർ കാണുന്ന സോഷ്യൽ മീഡിയയിലെ ക്യാരക്ടേഴ്സും അവരുടെ വൈവാഹിക ജീവിതവും അവരുടെ ജീവിതമൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. പക്ഷെ റിയാലിറ്റിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര പ്രശ്നം തോന്നുകയാണ്. ഞാൻ ഇങ്ങനെയല്ലല്ലോ, ഞാൻ എക്സ്പെക്റ്റേഷൻ ഭയങ്കര കൂടുതലാണ്. അതൊക്കെ വെറും അഭിനയങ്ങളാണ്, പലപ്പോഴും അഭിനയങ്ങളാണ്. അതിനപ്പുറം ജീവിതം എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ട്, അല്ലേ? എന്നും സന്തോഷം മാത്രമായി കഴിഞ്ഞാൽ രസം ഉണ്ടാവുമോ ലൈഫ്? എന്നും പ്രഭാതമായിരുന്നെങ്കിൽ രസം ഉണ്ടാവുമോ? പ്രഭാതത്തിന് എന്തുകൊണ്ടാണ് ഭംഗി വരാൻ കാരണം? പകലിന് എന്തുകൊണ്ട് എത്ര ഭംഗി? രാത്രി ഉള്ളത് കൊണ്ട്, അല്ലേ? സുഖങ്ങൾക്ക് എന്താ ഇത്ര സന്തോഷം, ഇമ്പം വരാൻ കാരണം? ദുഃഖമുള്ളത് കൊണ്ട്. ദുഃഖമുള്ളവന് മാത്രമേ സുഖത്തിനോടുള്ള സന്തോഷം അല്ലെങ്കിൽ ഇമ്പം വരുള്ളൂ. പലപ്പോഴും കുട്ടികൾക്ക് ഇന്ന് ഒരു ടോളറേറ്റ് ചെയ്യാനുള്ള പവർ കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന കാഴ്ചകൾ അങ്ങനെയാണ്. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ജെൻസി അല്ലേ, ജെൻസി അല്ലേ നിങ്ങൾ? ഈ ജെൻസി ജനറേഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ 2000 മുതലുള്ള ജനറേഷനാണ്. 2000 മുതലുള്ള ജനറേഷന് സോഷ്യൽ മീഡിയ അഡിക്ഷൻസ് കൂടുതലാണ്. നിങ്ങൾ ജനിച്ച് വീണത് മൊബൈൽ ഫോണിൻ്റെ മുന്നിൽക്കാ. നിങ്ങളിങ്ങനെ കാഴ്ചകൾ മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒറ്റ കാഴ്ചയല്ല കാണുന്നത്, റീല് മാറ്റുന്ന പോലെ നിങ്ങൾ ജീവിതവും മാറ്റാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പറ്റുമോ? റീലാണോ ജീവിതം? അറ്റൻഷൻ ഡിസോർഡർ ഉണ്ട്. നിങ്ങൾക്ക് കുറേ സമയം ഒരു സ്ഥലത്തിരുന്ന് ഒരു ക്ലാസ് കേൾക്കാൻ പോലും ഇന്നത്തെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോഴേക്കും ഡിസ്ട്രാക്ഷൻസ് വരികയാണ്, അല്ലേ? നിങ്ങൾക്ക് റീല് കാണുന്ന പോലെ ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണോ? ലൈഫ് അതല്ല, ലൈഫ് റീലല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ലൈഫ് മാറിക്കൊണ്ടിരിക്കാൻ പറ്റില്ല, അല്ലേ? പലപ്പോഴും ഇത് പേഴ്സണൽ റിലേഷൻഷിപ്പിൽ വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എങ്ങനെയാണ് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാണ് നല്ലൊരു കുടുംബിനിയായിരിക്കുക, നല്ലൊരു കുടുംബാന്തരീക്ഷം എങ്ങനെ സൃഷ്ടിക്കുക, എങ്ങനെ നല്ലൊരു മകളായിരിക്കണം, എങ്ങനെ നല്ലൊരു ഉമ്മയായിരിക്കണം, ഇതിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഹൗസ് വയലൻസസ് കൂടുതലാണ് ഇന്നത്തെ കുട്ടികൾക്ക്. ഹൗസ് വയലൻസ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നക്കാർ, അല്ലേ? പല മാതാപിതാക്കളും അസുഖങ്ങളായിട്ട് ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ അസുഖത്തിൻ്റെ മൂല കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും നിങ്ങളെ പേരൊന്നും പറയാറില്ല. മക്കളെ ആരും കുറ്റപ്പെടുത്തില്ല. ഉറക്കക്കുറവായിരിക്കും, ദഹനപ്രശ്നമായിരിക്കും, ടെൻഷനായിരിക്കും, മുടികൊഴിച്ചിലായിരിക്കും, ഒരു സ്വസ്ഥത ഇല്ലായ്മയായിരിക്കും, കാല് കടച്ചിലായിരിക്കും, മാറി മാറി വരുന്ന വേദനകളായിരിക്കും. ഒരു 2 ആഴ്ച 3 ആഴ്ച മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം അവർ അസുഖം ശരീരത്തിനാണോ മനസ്സിനാണോ എന്ന്. അധികവും അത് മനസ്സിനായിരിക്കും. അവിടെ ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ, കൗമാരപ്രായത്തിലുള്ള മക്കളുണ്ടോ? ജെൻസി കുട്ടികൾ ഉണ്ടെങ്കിൽ എന്താണ് അസുഖത്തിൻ്റെ കാരണം? എന്താണ് കാരണം? കുട്ടികളാണ് കാരണം, അല്ലേ? മക്കളാണ് കാരണം. ഞാൻ ഒറ്റ അനുഭവം കൂടി പറഞ്ഞിട്ട് നിർത്താം. നിങ്ങളെ ഈ ഭാഗത്ത് നിന്ന്, പരപ്പനങ്ങാടി ഭാഗത്ത് നിന്ന് ഒരു +2 വിദ്യാർത്ഥിനി എൻ്റെ ക്ലിനിക്കിൽ വന്നിരുന്നു. അവളെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ജീവിതം മടുത്തു. വേഗം മടുപ്പ് വരികയാണ്. നിങ്ങൾക്ക് സീനിങ്ങനെ മാറിക്കൊണ്ടിരുന്നില്ലെങ്കിൽ മടുക്കുകയാണ്. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. റീല് മാറുന്ന പോലെ ജീവിതത്തിൻ്റെ സീന് നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റാൻ കഴിയണം. അത് മാറുന്നില്ലല്ലോ, അല്ലേ? അപ്പോൾ അവൾക്ക് മടുത്തു. ഇനി മരിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് അവൾക്ക്. അപ്പം അതിൽ നിന്ന് ആ തോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവൾ ക്ലിനിക്കിൽ വന്നത്. അപ്പം ഞാൻ കുറേ സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, ശരി ഡോക്ടറെ, ശരി, ഞാനെന്നാൽ എൻ്റെ ചിന്താഗതിയൊക്കെ മാറ്റാം. പക്ഷെ ഡോക്ടർ എനിക്കൊരു വാക്ക് തരണം, എനിക്കൊന്ന് സന്തോഷിക്കണം. ഡോക്ടർ എനിക്ക് എന്തെങ്കിലും ഒരു സന്തോഷിക്കാനുള്ള സോഴ്സ് തരുമോ? സന്തോഷം വേണമെന്ന്, ഹാപ്പിനെസ്. സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങാടിയിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റുമോ? കലക്കി കൊടുക്കാൻ പറ്റുമോ കഷായമായിട്ട്? അപ്പം ഞാൻ അവളോട് ചോദിച്ചു, നിൻ്റെ വീട്ടിൽ ആരൊക്കെയുള്ളത്? പൊതുവേ ഞങ്ങളുടെയൊക്കെ ഒരു ധാരണ വീടാണല്ലോ സന്തോഷം. വീട്ടിൽ ആരൊക്കെയുള്ളത്? അപ്പോൾ അവൾ പറഞ്ഞു, വീട്ടിൽ ഞാൻ ഒറ്റ മോളാണ്, അച്ഛനും അമ്മയും മാത്രമാണ് ഉള്ളത്, ഒറ്റ മകളാണ്. എൻ്റെ വീട്ടിലെ സീനൊക്കെ ഭയങ്കര ഡാർക്ക് സീനാണ്. അച്ഛന് എന്താ പറയുക, അച്ഛനൊക്കെ സീനാണ്. അച്ഛന് തളർവാദം പിടിച്ച് കിടക്കുകയാണ്. വളരെ ഈസി ആയിട്ടാണ് പറയുന്നത്, മുഖത്തൊരു ഇമോഷൻസും ഇല്ലാതെ.
അച്ഛൻ തളർവാദം പിടിച്ചു വീട്ടിലൊരു സൈഡിൽ കിടക്കണം, പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഉപദ്രവവും ഇല്ലാതെ കിടക്കുകയാണ്. അയാളെ കൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അമ്മ ഭയങ്കര സീന. അമ്മ എന്നെ കണ്ടു കഴിഞ്ഞാൽ അമ്മക്ക് ചൊറിഞ്ഞു കയറും. അമ്മയ്ക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ കടിച്ചു കീറാനുള്ള ദേഷ്യമാണ്. എന്നോട് സ്നേഹത്തോടു കൂടി പെരുമാറാൻ ഒരു വ്യക്തി പോലും ഇല്ല വീട്ടിൽ. എനിക്കെൻ്റെ വീടൊരു നരകമായിട്ട് തോന്നുന്നുണ്ട്. വീട്ടിലേക്ക് പോകാൻ എനിക്ക് തോന്നൂല. ഞാൻ കുറേ കാലമായി ഡോക്ടറെ സന്തോഷിച്ചിട്ട്, മനസ്സുകൊണ്ട് സന്തോഷിച്ചിട്ട്. സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സിൻ്റെ ബഹളവും, ടീച്ചേഴ്സിനെ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഞാനൊരു അധികപ്പറ്റാണ്. എനിക്ക് മടുത്ത് ജീവിതം. എനിക്ക് കുറച്ച് സന്തോഷം കിട്ടണം. ന്യായമായിട്ടുള്ള ആഗ്രഹമാണ് അല്ലേ? ഒരു വ്യക്തിക്ക് സന്തോഷം ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് ജീവിക്കാൻ തോന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് സന്തോഷമുണ്ട് മോളെ, സന്തോഷത്തിനുള്ള സോഴ്സസ് നിൻ്റെ ചുറ്റുമുണ്ട്, പക്ഷെ നീ കാണുന്നില്ല. നീ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിരിക്കാറുണ്ടോ? എത്ര ദിവസമായി നീ നിൻ്റെ അച്ഛനെ ചെന്ന് കണ്ട് സംസാരിച്ചിട്ട്? അപ്പോൾ അവൾ പറഞ്ഞു, ഡോക്ടർക്ക് മനസ്സിലായില്ല, അച്ഛന് തളർവാദം പിടിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ട് 8-10 ദിവസമായിട്ടുണ്ടാവും. ഒരേ വീട്ടിൽ താമസിക്കുന്ന മകൾ അച്ഛനെ നേരിട്ട് കണ്ടിട്ട് 8-10 ദിവസമായിട്ടുണ്ടാവുന്ന. അച്ഛൻ ഇവളെ വന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അച്ഛന് വന്ന് കാണാൻ കഴിയോ? ഹീസ് പാരലൈസ്ഡ്. മകൾക്ക് അങ്ങോട്ട് ചെന്ന് കണ്ടൂടെ? അപ്പം ഞാൻ ചെറിയൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്ത്. ഞാൻ പറഞ്ഞു, നീ ഒരു 10 ദിവസം ശ്രമിക്കുക, നമുക്ക് നോക്കാം സന്തോഷം കിട്ടുമെന്ന്. നീ എന്നും രാവിലെ നിൻ്റെ അച്ഛൻ്റെ കട്ടിലിൽ ചെന്ന് ഇരിക്കുക. എന്നിട്ട് നിനക്ക് പറയാനുള്ള ദുഃഖങ്ങൾ മുഴുവൻ നിൻ്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കി പറയാം, നിനക്ക് സന്തോഷം കിട്ടും എന്ന് ഞാൻ പറഞ്ഞു. മനസ്സില്ല മനസ്സോടെയാണ് അവൾ തിരിച്ചു പോയത്. അവൾക്ക് തൃപ്തിയായില്ല. എങ്കിലും ഞാൻ നിർബന്ധിച്ചുകൊണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ള അർത്ഥത്തിൽ അവൾ പോയി. 9 ദിവസം കഴിഞ്ഞ് 10-ാം ദിവസം അവൾ വീണ്ടും വന്നു. അവൾ ഒറ്റയ്ക്കല്ല വന്നേ, അവളെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, അവളുടെ അമ്മ. അവളെ വെറുത്തുകൊണ്ട് 24 മണിക്കൂർ ശപിച്ചുകൊണ്ട് അവൾ പറഞ്ഞിരുന്ന അവളുടെ അമ്മ അവളെ ചേർത്ത് പിടിച്ചിട്ടാണ് വന്നേ. മുന്നിലിരുന്നിട്ട് അമ്മ കുറേ കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്കെൻ്റെ മകളെ തിരിച്ചു കിട്ടി, എനിക്കെൻ്റെ കുടുംബം തിരിച്ചു കിട്ടി, എനിക്കെൻ്റെ ജീവിതം തിരിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ അമ്മ ഇങ്ങനെ കരയുന്നുണ്ട്. ഞാൻ ഇവളെ മെല്ലെ നോക്കി, ഇവളും കരയാണ്. 10 ദിവസം മുന്നേ കണ്ട ആളേ അല്ല, കരയാണ്. അപ്പം ഞാൻ അവളോട് വെച്ച്, നിനക്ക് കിട്ടിയോ സന്തോഷം? അപ്പോൾ അവൾ മുഖത്തൊക്കിയിട്ട് പറഞ്ഞ്, കിട്ടി. ഞാനിപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ദിവസം 10 മിനിറ്റ് അല്ല അച്ഛൻ്റെ അടുത്ത് പോയിരിക്കാറ്, ഞാൻ മണിക്കൂറുകളോളം ചെന്നിരിക്കാറുണ്ട്. ഞാൻ വിചാരിച്ചിരുന്ന എൻ്റെ അച്ഛനൊന്നും മനസ്സിലാവില്ല എന്നാ, പക്ഷെ എൻ്റെ അച്ഛനെല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ ആ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അച്ഛൻ്റെ 2 കണ്ണും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എൻ്റെ അച്ഛൻ്റെ വിരലുകളൊന്നും അനങ്ങാറില്ലായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ അച്ഛൻ, ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ അച്ഛൻ്റെ വിരൽ വിറക്കാൻ തുടങ്ങും. വിറയാർന്ന കൈകൾ കൊണ്ട് അച്ഛൻ എൻ്റെ കയ്യിൽ മുറുകെ പിടിക്കും. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കും. ആദ്യമൊന്നും എനിക്ക് മനസ്സിലാവില്ലായിരുന്നു എന്താ പറയുന്നതെന്ന്. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ അച്ഛൻ എന്താ എന്നോട് പറയുന്നതെന്ന്. ഇത്രയേ ഉള്ളൂ ജീവിതങ്ങൾ. പാലിയേറ്റീവ് സെൻറ്റർ കൈകാര്യം ചെയ്തിരുന്ന കേസാണ് അവളുടെ അച്ഛന്. എല്ലാവരും കൈയൊഴിഞ്ഞതാണ്. പക്ഷേ അവൾ പറയാണ്, 2 ദിവസം മുൻപ് പാലിയേറ്റീവ് സെൻറ്ററിൽ നിന്ന് ഡോക്ടർ വന്നിട്ട് പറഞ്ഞത്രേ, നിങ്ങൾ വേറെ ആരെങ്കിലും കാണിച്ചോ? അച്ഛന് വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഇതുവരെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം എന്തോ ഒരു പ്രതീക്ഷ. വലിയൊരു മരുന്ന് അവൾ കൊടുത്തു. എന്താ കൊടുത്തത്? സ്നേഹം. മകള് കൊടുക്കേണ്ട സ്നേഹം, പരിഗണന അവൾ അച്ഛന് കൊടുത്തു. അച്ഛനത് തിരിച്ചറിയാൻ തുടങ്ങി. ഇത്രയേ ഉള്ളൂ ജീവിതങ്ങൾ അല്ലേ? നമ്മൾ പലപ്പോഴും റീലുകളിലും ഇതും കണ്ട് ജീവിക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നാലും, ഞാൻ 3 കുട്ടികളുടെ ഉമ്മയാണ്, ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നാലും എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതാണ് മാതൃത്വം എന്ന് പറയുന്നത്. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നതും നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ കംഫർട്ട്നെസ്സിന് വേണ്ടിയിട്ട് എന്തും ത്യാഗം ചെയ്യുന്നതുമായിട്ടുള്ള മാതാപിതാക്കളെ വെറുത്തുകൊണ്ടൊരു ജീവിതം
ഒരിക്കലും പാടില്ല, അല്ലേ? കൊടുക്കേണ്ട സ്നേഹം കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും കൊടുക്കാൻ പറ്റാത്ത അത്രയും ദൂരേക്ക് അവർ പോയിട്ടുണ്ടാവും. പിന്നെ കൊടുക്കാൻ വയ്യോ? മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കളോടൊന്ന് സംസാരിക്കുക. അവർ ഉള്ളുരുകി പൊട്ടി പൊട്ടി കരയുന്നത് നിങ്ങൾക്ക് കേൾക്കാം, കൊടുക്കാൻ പറ്റാത്ത സ്നേഹത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട്. ഈ ഉള്ള നിമിഷം ജീവിക്കുക. നല്ല തക്കുവയാണ് കുറേയൊക്കെ ഇതിന് നമുക്ക്, അല്ലേ, വരുത്തുന്നത്. ഈ ഒരു കുടുംബ ബന്ധങ്ങൾ എങ്ങനെ നിശ്ചയിക്കുക എന്നുള്ള നല്ല സ്വാലിഹായിട്ടുള്ള മക്കളായിട്ട് മാറുക. എപ്പോഴും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ടും നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ, അല്ല, ആരോഗ്യത്തിനും ആഫിയത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നല്ല കുട്ടികളായിരിക്കുക, നല്ല മക്കളായിട്ട് വളരാൻ ശ്രമിക്കുക. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. നമ്മുടെ ഈ ഒരു നല്ല സമയം നല്ല സ്വാലിഹായിട്ടുള്ള അമലായിട്ട് പടച്ച റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.